സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളോടൊപ്പം പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പ്രിയ വില്യം ജെ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്കൊന്നിച്ചെടുത്ത് വരുവാൻ അവിടുന്ന് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകമായി കർത്താവെ, നിൻ്റെ ദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നതുകൊണ്ട് ഒരു സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. മറ്റുമായി സഹായിച്ചാട്ട് സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടപ്പോൾ വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പമായിരിക്കുന്നത് മധുരയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയപ്പെട്ട വില്യം ജെ സാറാണ്. അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സീനിയറായിട്ടുള്ള ഒരു ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ വിവിധ വിധത്തിൽ നമ്മുടെ രാജ്യത്തെ സേവിച്ച ഒരു പ്രിയപ്പെട്ടവൻ. അതോടൊപ്പം തന്നെ ഒരു നല്ല കർത്താവിൻ്റെ ദാസൻ, ഒരു ഇവാഞ്ചലിസ്റ്റ്. കൂടുതലായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട വില്യംസ് ജെയ് കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സാർ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് സാറ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഞങ്ങൾക്ക് സമയം തന്നതിൽ. ഞാൻ ഇൻട്രഡക്ഷൻ പകുതിയേ പറഞ്ഞുള്ളൂ, ബാക്കിയോടെ പറയാമല്ലേ? ഒരു ചാനലുണ്ടല്ലോ, ടെസ്റ്റിമണി ടൈം വിത്ത് ജോയ്. അതെ അതെ അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. തമിഴിലാണ്. അനേകർക്ക് ആ ചാനൽ അനുഗ്രഹമാകുന്നു. പ്രത്യേകിച്ചും ആ ചാനലിൽ വരുന്ന ടെസ്റ്റിമണീസ് അത് ഒരു വ്യത്യസ്തതയാണ്. മലയാളത്തിൽ ഒത്തിരി ടെസ്റ്റിമണി ചാനലുണ്ട്. ആ ചാനലിലൊക്കെ വരുന്ന നല്ല നല്ല ടെസ്റ്റിമണീസ്, അതിൻ്റെ ഒരു സമ്മറി, കഥ ചുരുക്കത്തിൽ തമിഴിൽ പറയുന്ന ഒരു ചാനലാണ്. തമിഴ്നാട്ടിലായിരുന്നോ കൂടുതൽ ജീവിതത്തിൽ? ജനിച്ചു വളർന്നൊക്കെ തമിഴ്നാട്ടിലാണോ? അതെ ബെസ്റ്റർ. ആക്ച്വലി ജനിച്ചത് മാത്രം കേരളത്തില്, കുളത്തൂപ്പുഴയില്. ഓക്കെ. പിന്നെ വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണ്. ജനിച്ചത് കേരളത്തിൽ, വളർന്നതെല്ലാം തമിഴ്നാട്ടിൽ. പക്ഷേ തമിഴ്നാട്ടിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു റെയിൽവേയുമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി സഞ്ചരിച്ച് കാണുമല്ലോ. ഞാൻ റെയിൽവേസില് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ജോലി ചെയ്തത്. 7 വർഷം ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. 4 വർഷം പുനലൂരിലും 3 വർഷം കണ്ണൂരിലും ഉണ്ടായിരുന്നു. ശരി. ഒരു എഞ്ചിനീയറിംഗ് സെഷനിലായിരുന്നു അല്ലേ? എഞ്ചിനീയർ ആണ് ശരിക്കും, പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. സിവിൽ എഞ്ചിനീയർ. അപ്പോൾ ഒരു സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ എന്ന തസ്തിക വരെയൊക്കെ റെയിൽവേയിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണോ ഈ ഗവൺമെൻറ് തലത്തിലേക്ക്, അതായത് ഈ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി അല്ലേ? അല്ല, ആ റാങ്ക് ഞാൻ റിട്ടയർ ആയ റാങ്ക് ജോയിന്റ് സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റാങ്ക്. ശരി, നമ്മൾ റിട്ടയർ ആയ റാങ്ക് ആണ് ജോയിന്റ് സെക്രട്ടറി ടു ഇന്ത്യ അല്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹൃദയത്തിലൊരു സുവിശേഷകനുണ്ട്. അതെ അതെ, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വചനവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടെ അങ്ങ് ചോദിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഒന്ന് പറയാമോ സാറിന് ഈ വേദപുസ്തകവുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് പലതും ചെയ്തിട്ടുള്ള പല ശ്രമങ്ങളും, ട്രാൻസ്ലേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സാർ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യം എനിക്കറിയാം. 2000 ഞാൻ കണ്ണൂരിലുള്ളപ്പോൾ ദ ഗിരിയൻ ഇന്റർനാഷണൽ ഇൻ ഇന്ത്യ അതില് ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അങ്ങനെ ഒത്തിരി ലക്ഷങ്ങൾ പുതിയ നിയമങ്ങൾ ഈ കൈ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാൻ ദൈവം അതിനുശേഷം ഈ 25 വർഷമായിട്ട് സഹായിച്ചു. ഒത്തിരി ആൾക്കാരെ ഈ പുതിയ നിയമം സന്ദർശിക്കുന്നത് കാണുന്നതിനും അവരുടെ നല്ല നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനും അവരെ പറ്റി സംസാരിക്കുന്നതിനും
ഒത്തിരി ആൾക്കാർക്ക് ഇത് മുഖാന്തരം എൻകറേജ് ചെയ്യാനും ദൈവം ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ 25 years ആയിട്ട്. അത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് ഒരു 4-5 years ആയിട്ട് എന്റെ ട്രാൻസ്ലേഷൻ വർക്ക്സ് മലയാളത്തിൽ നിന്ന് തമിഴിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് തമിഴിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇങ്ങനെ ചില ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. നല്ല നല്ല ബുക്സ് എന്ന് പറഞ്ഞാൽ ഡാഗ് ഹാവിറ്റ് മിൽസിന്റെ ചേർച്ച് പ്ലാന്റിംഗ് എന്ന ഒരു ബ്യൂട്ടിഫുൾ ബുക്ക്. അത് ഒരു നല്ല ഒരു മാനുവൽ ഫോർ എനി ചർച്ച് പ്ലാൻ ചെയ്യുന്ന ഏതോ ഒരു വ്യക്തിക്കും നല്ല ഒരു മാനുവലാണ്. ആ ബുക്ക് ഞാൻ തമിഴിൽ ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനുശേഷം പാസ്റ്റർ TJ സാമുവൽ എഴുതിയ ശുശ്രൂഷ സഹായി അത് ഞാൻ തമിഴിൽ കൊണ്ടുവന്നു. അത് 2 എഡിഷൻസ് പ്രിന്റ് ആയി. ഇപ്പോ മൊത്തം വിറ്റ് തീർന്നു ആക്ച്വലി. പിന്നെ പാസ്റ്റർ TJ സാമുവലിന്റെ പുതിയ നിയമ ശുശ്രൂഷയും ജീവിതവും ഈ ബുക്ക് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ഇനി പ്രിന്റ് ആയിട്ടില്ല. ഈ ശുശ്രൂഷ സഹായി ബുക്ക് ഞാൻ ഇപ്പോ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇപ്പൊ പ്രിന്റിങ്ങിന് പോയിരിക്കുക. അത് നമ്മുടെ മിഷൻസിന് യൂസ് ആവണമെന്ന് എന്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം. എത്രയും പെട്ടെന്ന് അത് ഹിന്ദി ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധം ഇല്ലാത്തതാണ് ഹിന്ദി ആക്ച്വലി. എന്റെ ഫാദർ ഒരു 7 പ്രാവശ്യം ഹിന്ദി എഡ്യൂക്കേഷനിൽ ജയിലിൽ പോയ ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഹിന്ദി പഠിക്കരുതെന്ന് പറയുന്ന കാര്യത്തിൽ എന്റെ പിതാവ് വളരെ കർശനക്കാരനായിരുന്നു. പക്ഷെ റെയിൽവേസിൽ ജോലിക്ക് ചേർന്നപ്പം അവിടെ പഠിക്കാൻ ഒരു സബ്ജക്ട് ഹിന്ദി ഉണ്ടായിരുന്നു. അങ്ങനെ പഠിക്കാൻ ദൈവം സഹായിച്ചു. അത് ഇപ്പം ദൈവനാമത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ഉപകരിക്കുന്നു. അത് അത്ഭുതകരമായിരിക്കുന്നു സാറേ. ഹിന്ദി അജിറ്റേഷൻ, അതായത് ഹിന്ദി വേണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്ത് 7 പ്രാവശ്യം ജയിലിൽ പോയ ആളുടെ മകൻ ഇന്ന് ദൈവത്തിൻ്റെ വചനം, ആ പുസ്തകം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. TJ സാമുവൽ സാറിനെ കുറിച്ച് പറഞ്ഞു, അതും പറയേണ്ടതാണ്. TJ സാമുവൽ സാറിൻ്റെ പെങ്ങളുടെ മകനാണ് അല്ലേ? മൂത്ത പെങ്ങളുടെ മൂത്ത സിസ്റ്ററുടെ മകൻ. ദൈവത്തിന് സ്തോത്രം. അതും ഒരു വലിയ ആത്മീക നന്മയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞു. സാറിൻ്റെ ഫാമിലിയെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ജീവിതാനുഭവങ്ങളൊക്കെ പറയാം കേട്ടോ. എനിക്കറിയാം ഒത്തിരി അനുഭവമുണ്ട്. ഒരുപക്ഷേ ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ഔദ്യോഗിക മേഖലയിൽ റെയിൽവേയിൽ കണ്ട അനുഭവങ്ങളുണ്ട്, ജീവിതത്തിൽ കണ്ട അനുഭവങ്ങളുണ്ട്. സത്യത്തിൽ സാറുമായിട്ടൊരു എനിക്കൊന്നൊരു 4 വർഷമായിട്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കും. ഒരു സെഷന് വരണമെന്ന് പറയും. കുറേശ്ശെ അനുഭവങ്ങൾ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം വളരെ അസാധാരണകരമാകുന്ന സൂപ്പർ നാച്ചുറലാകുന്ന അനുഭവങ്ങൾ കണ്ട ശരിക്കും ഒരു ദൈവദാസനാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ പ്രിയ ജയ്സാറിന് തരണം ഈ അനുഭവങ്ങൾ പറയാൻ വേണ്ടി. അതുകൊണ്ട് ഒന്ന് കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, പിതാവിനെക്കുറിച്ച് പറഞ്ഞല്ലോ, കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ട് സാറിന് ഓരോ ജീവിതാനുഭവങ്ങൾ പറയാം. കേൾക്കാൻ റെഡി. അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ. താങ്ക് യു, വളരെ നന്ദി. ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് പെന്റക്കോസ്റ്റൽ പാസ്റ്റർ കുടുംബത്തിൽ 4 മക്കളിൽ മൂത്തവനായി ജനിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പാസ്റ്റർ പീറ്റർ വില്യംസ് ആൻഡ് അമ്മ മേരിക്കുട്ടി. എനിക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്. ജോൺസൺ കുറ്റൂരില് തിരുവല്ലയില് അസംബ്ലീസ് ഓഫ് ഗോഡില് പാസ്റ്റർ ആയിരുന്നു. വിൽസൺ വില്യംസ്, അവൻ മദ്രാസില് ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ടിരിക്കുന്നു. എന്റെ ഇളയ അനുജൻ സ്റ്റാൻലി വില്യംസ്, അവനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അവൻ ട്രിവാൻഡ്രത്തിൽ തന്റെ കുടുംബത്തോടു കൂടി താമസിക്കുന്നു. അവൻ ഒരു മെറൈൻ എഞ്ചിനീയറാണ്. എന്റെ വൈഫ് ശോഭ വില്യംസ്, ഷീസ് എ മെഡിക്കൽ നഴ്സ്. ആദ്യമായിട്ട് ലെപ്പസി മിഷനിൽ വർക്ക് ചെയ്തു when I was in മാനാമധുരയിലുള്ളപ്പം. പിന്നെ അതിനുശേഷം ഒരു നഴ്സിംഗ് കോളേജിലെ ട്യൂട്ടർ ആയിരുന്നു. അതിനുശേഷം
ഒരു മിഷൻ ഹോസ്പിറ്റൽ ചിന്നമന്നൂരില് ഷി വാസ് എ നഴ്സിംഗ് സൂപ്രണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. ജേസൺ ജോൺ വില്യംസ്, അവൻ ഒരു എംടെക് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗില്. അവനിപ്പോ തന്റെ ജോലി ടോട്ടലി വിട്ട് ദൈവ വേലയ്ക്ക് വേണ്ടി ഒരു മിഷൻസിന്റെ ഓപ്പറേഷൻസ് മാനേജറായിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിലുണ്ട് കുടുംബമായിട്ട്. അവന്റെ വൈഫ് ഡോക്ടർ ഹെഡിന, ഷീ ഈസ് എ PhD ഇൻ ഹ്യൂമൻ ജെനറ്റിക്സ്. 2 മക്കളുണ്ട്, ഈരന ജോർഡൻ. എന്റെ മകൾ ജോസഫിൻ ഒരു നല്ല പ്രൊഫീഷ്യന്റ് ഇംഗ്ലീഷ് ടീച്ചറാണ് ആൻഡ് വെരി ഗുഡ് വേർഷിപ്പ് ലീഡർ. സോ ഇതാണ് എന്റെ കുടുംബം. മകള് നന്നായിട്ട് പാട്ട് പാടും അല്ലേ? പ്രത്യേകിച്ചും വെസ്റ്റേൺ ഒരു സ്റ്റൈലുള്ള പാട്ടുകൾ, നല്ല വർഷിപ്പ് ലീഡറാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. സാറിന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കണം. ഞാൻ റെയിൽവേ സർവീസിൽ നിന്ന് ഓഗസ്റ്റ് 23 റിട്ടയർ ആയി. ഇന്ത്യൻ റെയിൽവേസിൽ 1984 ഞാൻ ജോയിൻ ചെയ്തു. ഒക്ടോബർ 1984 അങ്ങനെ ഒരു 38.5 വർഷം റെയിൽവേസിൽ ജോലി ചെയ്തു. ഞാൻ എന്റെ സാക്ഷ്യം 3 ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 20 വർഷം പപ്പായുടെയും മമ്മയുടെയും കൂടെ അവരുടെ ശുശ്രൂഷയിൽ അവരോട് കൂടെ ചേർന്ന് ഞങ്ങള് യാത്ര ചെയ്ത കാര്യങ്ങൾ. പപ്പ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയനാണ്. പുള്ളിയുടെ കൂടെ ചർച്ചിൽ പുള്ളി പാസ്റ്ററായിരുന്ന പല സ്ഥലത്തും പുള്ളിയുടെ കൂടെ നടക്കാൻ തന്നെ എല്ലാവർക്കും ഒരു കഠിന പേഴ്സൺ ആയിരുന്നു. പക്ഷെ ഒത്തിരി നന്മകൾ പലർക്കും ഉണ്ടാകാൻ അത് പുള്ളിയുടെ ആ ബിഹേവിയർ പലരെയും പരിശീലിപ്പിച്ചു. ഒത്തിരി നല്ല ആത്മാക്കളെ നേടുവാൻ ദൈവം പപ്പായ്ക്ക് സഹായിച്ചു. ആൻഡ് ഒരു വലിയ കൂട്ടം തന്നെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ഇപ്പോ മിനിസ്റ്റേഴ്സ് ആയിട്ട് പുള്ളിയുടെ മിനിസ്ട്രിയിൽ നിന്ന് ദൈവം കൊണ്ടുപോയി. അങ്ങനെ ഒരു 62 വയസ്സിൽ പുള്ളി ദൈവസന്നിധാനത്തിൽ ചേർക്കപ്പെട്ടു. അതിനു മുമ്പ് ഒരു 17 സഭകൾ പുള്ളി ഇങ്ങനെ സ്ഥാപിച്ചു. എങ്ങനെ പപ്പയുടെ പാറ്റേൺ ഇങ്ങനെയാണ്. ഒരു സ്ഥലത്തിൽ പോയി ഒരു വാടകയ്ക്ക് ഒരു വീടെടുക്കും. അവിടെ നിന്ന് നടന്ന് തിരിഞ്ഞ് കൊച്ചു പിള്ളേരെ വിളിച്ചു ചേർത്ത് അവർക്ക് സൺഡേ സ്കൂൾ എടുക്കും. പിന്നെ അവർ മുഖാന്തരം അവരുടെ വീടുകളിൽ കയറും. പിന്നെ നന്നായിട്ട് ബൈബിൾ സ്റ്റഡി, ബ്യൂട്ടിഫുൾ ബൈബിൾ സ്റ്റഡീസ് എടുക്കും. അങ്ങനെ വളരെ ചെറിയ സമയത്ത് തന്നെ നല്ല ഒരു ചേർച്ച് അവിടെ ഉണ്ടാകും. പിന്നെ അവിടെ ആരുടെ കയ്യിലെങ്കിലും ഒരു നല്ല കോമ്പറ്റന്റ് പേഴ്സന്റെ കയ്യിൽ ആ ചേർച്ച് കൊടുത്തിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പോകും. ഇങ്ങനെ ഒരു 62 ഇയേഴ്സിന് മുമ്പ് തന്നെ, 60 ഇയേഴ്സിൽ പുള്ളി കിടപ്പായി. 60 ഇയേഴ്സിന് മുമ്പ് തന്നെ ഒരു 17 ചർച്ചസ് പ്ലാൻ ചെയ്യുവാൻ പപ്പായ്ക്ക് ദൈവം സഹായിച്ചു. ഭയങ്കര ഒരു ഏത്തിയസ്റ്റ് ആണ്. റോമൻ കത്തോലിക്ക് കുടുംബത്തിൽ ജനിച്ചെങ്കിലും ഭയങ്കര ഒരു ഏത്തിയസ്റ്റ് ആയിരുന്നു. രാമസ്വാമി പെരിയാറുടെ ഭയങ്കര ഭക്തനായിരുന്നു പപ്പ. എവിടെയെല്ലാം തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിനകത്ത് പെരിയാർ കയറി വരുമ്പോ കൂടെ ചേർന്ന് നടക്കാൻ തുടങ്ങുന്നത്, അവസാനം പുള്ളി ഡിസ്ട്രിക്റ്റ് വിട്ടു പോകുന്നത് വരെ കൂടെ നടക്കുന്ന രക്ഷയായിരുന്നു ആക്ച്വലി. സോ he was an ardent follower of രാമസ്വാമി പെരിയാർ once. അങ്ങനെ ഒരു സമയമായപ്പോ തമിഴ് വിദ്വാനിന് വേണ്ടി പഠിക്കാൻ തഞ്ചാവൂരിന്റെ അടുത്തുള്ള കരന്തൈ പുലവർ കല്ലൂരി, ദാറ്റ് മീൻസ്
കരന്തറ്റാങ്കുടി ഇസ് ദ നെയിം ഓഫ് ദ പ്ലേസ് വേർ ദറ്റ് ആ കോളേജ് ഉണ്ടായിരുന്ന സ്ഥലം. തമിഴ് വിദ്വാൻമാർക്കുള്ള കോളേജിൽ പുള്ളി പഠിച്ച അവസാനത്തെ എക്സാമിനേഷൻസ് ഒക്കെ എഴുതി തീർന്നപ്പോ തന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ശൂന്യത ഉണ്ടായി. ഒത്തിരി കേസുകളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ പുള്ളി പോയി തന്നെ താൻ ചാടി. അങ്ങനെ വലഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് മീറ്റിംഗില് പാസ്റ്റർ ജോൺ, സേവിയർ ജോൺ പുള്ളി നടത്തിയ ഒരു സ്ട്രീറ്റ് മീറ്റിംഗില് അവരുടെ ഗ്രാമത്തിൽ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് തന്റെ ഹൃദയം തന്നു. ഇങ്ങനെ പപ്പായുടെ അടുത്ത് ഇങ്ങനെ പല വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പപ്പ മരിക്കുന്നതിന് ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ചോദിച്ചു, ഈ തമിഴ് വിദ്വാനിന് പഠിച്ചതല്ലേ, എന്തിനാ ആ ജോലി ചെയ്യാതെ ഇങ്ങനെ ദൈവവേലയ്ക്ക് വന്നത്? ഇത് മുഖാന്തരം ഞങ്ങളല്ലേ ഒത്തിരി കഷ്ടപ്പെട്ടത് എന്ന് പുള്ളിയടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോ പപ്പ പറഞ്ഞ കാര്യം, ഞാൻ രക്ഷിക്കപ്പെട്ടു ഒരു 3 ദിവസത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിന്റെ തിണ്ണയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോ ഒരു നല്ല വയസ്സൻ, ഒരു നല്ല ഒരു വെരി ഓൾഡ് പേഴ്സൺ വന്ന് ഒരു കമ്പ് കൊണ്ട് എന്നെ തട്ടി ഉണർത്തി. രാവിലെ ഇങ്ങനെ ഒരു ട്രാൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെ പറയാ, ഒരു ഉറക്കം പോയിട്ടില്ല, അങ്ങനെ ഏതാണ് സംഭവിക്കുന്നത് പോലെ തനിക്ക് തോന്നുന്നു. അപ്പോ ഒരു പകുതി ഉറക്കത്തിൽ നിന്ന് പറയാം. പകുതി ഉറക്കത്തിൽ അങ്ങനെ പകുതി ഉറക്കത്തിൽ ഇങ്ങനെ പപ്പായുടെ അടുത്ത് ആ വയസ്സായ ആ മനുഷ്യൻ ചോദിക്കുന്നു, നീ എന്റെ ജോലിക്ക് വരുന്നു? പുള്ളി എടുത്ത വായിൽ ചോദിച്ച ചോദ്യം, അത് പിശക്കാരുടെ ജോലിയല്ലേ? ഈ ജോലിക്ക് വന്ന എന്റെ കുടുംബത്തെ ആരാദരിക്കും എന്ന് ചോദിച്ചപ്പം, ഞാൻ ആദരിക്കാം എന്ന് തന്റെ മടി തുറന്ന് അതിൽ നിന്ന് 3 രൂപ എടുത്ത് പുള്ളിയുടെ കൈ തന്നു. ലിറ്ററലി ഉറക്കം തെളിഞ്ഞ് നോക്കിയപ്പോൾ കയ്യിൽ 3 രൂപയുണ്ട്. ആ 3 രൂപ എടുത്തുകൊണ്ട് തന്നെ ദൈവത്തിങ്കിലേക്ക് നടത്തിയ ആ പാസ്റ്റർ സേവിയർ ജോണിന്റെ അടുത്ത് അവന്റെ വീട്ടിൽ പോയി. അവരുടെ അടുത്ത് പോയി ഇങ്ങനെ നടന്ന സംഭവത്തെ പറ്റി അവരുടെ അടുത്ത് പറയുമ്പോൾ പാസ്റ്റർക്ക് മനസ്സിലായി ഇങ്ങനെ ഇത് ദൈവവിളിയാണെന്ന കാര്യം പാസ്റ്റർക്ക് മനസ്സിലായിട്ട് പുള്ളിയുടെ കയ്യിൽ 5 രൂപ ഉണ്ടായിരുന്നു. പുള്ളി ആ 5 രൂപ മാറ്റി തനിക്ക് 2 രൂപ വെച്ചുണ്ട് പപ്പായ്ക്ക് 3 രൂപ അവരുടെ കയ്യിൽ കൊടുത്തു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ പെട്ടിയെടുത്ത് അതിനകത്ത് 2 മുണ്ട്, 2 ജിബ്ബ, മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ 4 സുവിശേഷങ്ങൾ ആ പെട്ടിക്കകത്ത് വെച്ച് ഒരു കത്ത് എഴുതി തമിഴ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മധുരയ്ക്ക് അയച്ചു വിട്ടു. അങ്ങനെ പപ്പ 1958 ബൈബിൾ സ്കൂളിൽ വന്നു. ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ ഇപ്പോഴാണ് അതിന്റെ പേര് ബൈബിൾ കോളേജ്, പിന്നെ ബൈബിൾ സ്കൂളായി, പിന്നെ ഇപ്പൊ ബൈബിൾ കോളേജായി. തമിഴ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പപ്പ വരുമ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ, ഞാൻ ബൈബിൾ സ്കൂളിൽ വന്ന് എത്തിയപ്പം ആ ദൈവം തന്ന 3 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബൈബിൾ സ്കൂളിൽ വന്ന ഉടനെ പപ്പയുടെ മൂത്ത ബ്രദറിനും പപ്പായ്ക്കും ഏതാണ്ട് 14 വയസ്സ് വ്യത്യാസമുണ്ട്. പുള്ളി പപ്പയ്ക്ക് ഒരു കത്തെഴുതി, നീയും നിന്റെ മക്കളും, ഒരു കത്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് കാർഡില്ല, നീയും നിന്റെ മക്കളും പിശക്കാരെ പോലെ അനാഥരായി എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്നൊരു കത്തെഴുതി. പക്ഷെ അത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇന്നും ഞങ്ങളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സോ അങ്ങനെ മിനിസ്ട്രിക്ക് വന്ന പപ്പ 1961 ഗ്രാജുവേറ്റ് ചെയ്തു. അങ്ങനെ പാസ്റ്റർ ആദം തിരക്കെ
കോവിൽപ്പട്ടിയിൽ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് പോയി. അവിടെ നിന്നുകൊണ്ട് ആദ്യത്തെ ചർച്ച് പ്ലാന്റിങ് അറ്റ് എട്ടയപുരം തുടങ്ങി. പിന്നെ പാസ്റ്റർ KC ആൻഡ്രൂസ് ഞങ്ങളുടെ അമ്മയെ കണ്ടുപിടിച്ച് പപ്പായ്ക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവരുടെ ജീവിതം തുടങ്ങിയത്. അങ്ങനെ മേരിക്കുട്ടി ഹാസ് ബിക്കം മേരി പീറ്റർ വില്യംസ്. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ അവരുടെ ജീവിതം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അവര് സഭാ സ്ഥാപനം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ അവർ തുടങ്ങി. സോ എല്ലാ ദിവസവും 4:30 മണിക്ക് അമ്മച്ചി പാടുന്നതും പ്രാർത്ഥിക്കുന്നതും കേൾക്കാം. അങ്ങനെ ഞങ്ങൾ മലയാളം പാട്ടുകളൊക്കെ പഠിച്ചത് ഉറങ്ങിക്കൊണ്ട് കേട്ട പാട്ടുകൾ. 5 മണിക്ക് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടാവും, അത്യാവശ്യമായിട്ട് ഉണ്ടാവും. സോ ഇങ്ങനെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ പപ്പായ്ക്ക് ടോട്ടലി കോൺട്രറി പേഴ്സൺ ആണ്. വളരെ സൗമ്യതയുള്ള, എത്ര പേര് എന്തോ വഴക്ക് പറഞ്ഞാലും തിരിച്ചു ഒന്നും പറയാൻ അറിയാത്ത, എത്ര പേര് വന്നാലും അവർക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ. വളരെ സൗമ്യത. പപ്പയുടെ അടുത്ത് ചർച്ചിൽ വഴക്കുണ്ടാക്കുന്നവർ നേരെ പോയി അമ്മച്ചിയുടെ അടുത്ത് ചാപ്പാട് അടിച്ചിട്ട് അവർ പുറയിലെത്ത വഴിയിൽ പൊക്കളയും. സോ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അമ്മച്ചി എടുത്ത് വരുമ്പോൾ എവറിത്തിങ് വിൽ ബി ന്യൂട്രലൈസ് ആവും. അങ്ങനെ ഇങ്ങനെ പപ്പയുടെ കൂടെ ചേർന്ന് ജീവിച്ചപ്പോൾ ഏതാണ്ട് 7ാം ക്ലാസ് വരെ ഒരു 4-5 സ്കൂളിൽ പീർമേഡിൽ തുടങ്ങി ഇങ്ങനെ തൃശ്ശിനാപ്പള്ളി വരെ പല സ്കൂൾസിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചു. അത് അത്രയും സുഖമുള്ള ഒരു ജീവിതമായിട്ട് ഇരുന്നില്ല. എല്ലായ്പ്പോഴും ഓരോ സ്ഥലത്തും പുതിയ സഭകളാണ് ഇങ്ങനെ പുള്ളി തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ഇത് നിത്യക്കാലം അത് എന്താ പറയാ, പലപ്പോഴും സ്കൂളിൽ നിന്ന് ട്രിച്ചിയിലെ ഉള്ളപ്പോഴെല്ലാം പലപ്പോഴും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഏജിലുള്ള സമയം ആക്ച്വലി അതൊക്കെ. തൃച്ചിനാപ്പള്ളിയിലൊക്കെ ഞങ്ങൾ ഉള്ളപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ ഓടി വരും, ഒന്നും ഉണ്ടാവില്ല. പിന്നെ വീണ്ടും അതുപോലെ തന്നെ സ്കൂളിൽ തിരിച്ചു പോകും. ഇങ്ങനെ ഒരു ദിവസമല്ല 2 ദിവസമല്ല, ഇത് നിത്യ പരിപാടിയായിരുന്നു. വീട്ടിന്റെ ചുറ്റിലൊക്കെ എന്തൊക്കെ വെജിറ്റേഷൻ ഉണ്ടായിരുന്നോ, എന്തൊക്കെ ചീര ഉണ്ടായിരുന്നോ, അതെല്ലാം അമ്മച്ചി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ദൈവകൃപയല്ല, ആരും ചത്തൊന്നും പോയിട്ടില്ല, നല്ല സുഖമായി, നല്ല ആരോഗ്യമായിരിക്കുന്നു. ദൈവം അങ്ങനെ ദൈവം നമ്മൾ നടത്തുന്നു എങ്ങനെയെങ്കിലും. പക്ഷെ അതൊക്കെ ആ സമയത്തൊക്കെ നമ്മള് ആ കഷ്ടമൊക്കെ അനുഭവിച്ചത് പല സമയങ്ങളിലും പിന്നുള്ള ദിവസങ്ങളിൽ മനുഷ്യരുടെ വിശപ്പ് എന്താണെന്നും അവരുടെ കഷ്ടം എന്താണെന്നും അറിയുവാൻ അതായിരുന്നു നമ്മുടെ പരിശീലന സമയങ്ങൾ. സോ അതുകൊണ്ട് ഒരു വിഷമമൊന്നുമില്ല. ദൈവനാമത്തിന് മഹത്വക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലൊന്നും അല്ല ആ കാര്യങ്ങൾ. നമ്മളെ പരിശീലിപ്പിക്കുന്ന ഓരോ സമയങ്ങളായിരുന്നു അത്. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അങ്ങനെ ഒരു 2000 ഖത്തർ സന്ധിയിൽ പപ്പ ചേർക്കപ്പെട്ടു. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് പല സ്ഥലത്തും പപ്പയുടെ കൂടെ ചേർന്ന് ട്രാവൽ ചെയ്യാൻ. ഞങ്ങളായിരുന്നു പപ്പായ്ക്ക് ട്രാൻസ്പോർട്ടേഴ്സ്, പപ്പായ്ക്ക് മമ്മിക്കും. ആ കാലത്തൊക്കെ സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി എല്ലാ സ്ഥലത്തും പോകണം. ഈ മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒരു സഭ നടത്താൻ അയച്ചു വിട്ടാൽ പുള്ളി അവിടെ അടങ്ങിയിരിക്കില്ല. അവിടെ ഇരുന്ന് ഒരു 2-3 സഭയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നുകൊണ്ട് 2-3 ചർച്ചസ് എങ്കിലും പുള്ളി പ്ലാൻ ചെയ്ത് കളയും. അപ്പോ ഈ 6 ദിവസവും പപ്പയുടെ കൂടെ പോണം. പഠിക്കാൻ സമയം ഉണ്ടാകത്തില്ല.
രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന കുടുംബ പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദിവസവും രാത്രി വരെ നമുക്ക് പപ്പയുടെ കൂടെ ഇങ്ങനെ മിനിസ്ട്രിയില് കൂടെ ചേർന്ന് നടക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. പക്ഷെ ദൈവം സഹായിച്ച് ഈ 10ാം ക്ലാസ് SSLC എക്സാമിനേഷൻസ് ഒക്കെ വന്നപ്പോ ഒരു 3 മാസം, അവസാനത്തെ 3 മാസം കമ്പൽസറി ആയിട്ട് പോയി റെയിൽവേ സ്റ്റേഷന്റെ ആ വെട്ടത്തിലിരുന്ന് പഠിച്ചു. അങ്ങനെ ദൈവം തന്ന നല്ല ഒരു ജ്ഞാനത്തോടു കൂടി ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ SSLCയിൽ പാസ്സാകാൻ ദൈവം കൃപ ചെയ്തു. അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ വളരെ ബേസിക്സ് തിങ്. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങള് ഈ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദിസ് ഈസ് മൈ ലൈഫ് സെക്കൻഡ് എപ്പിസോഡ്. ആ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരെ ഉത്സാഹപ്പെടുത്തുവാൻ. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായി നടന്ന് സംഭവിച്ച് അല്ലെങ്കിൽ എവറിത്തിങ് ഫേവറബിൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വരുന്നതോ അല്ല. എല്ലാ കഷ്ടങ്ങളുടെ മധ്യത്തിലും നമുക്ക് പഠിക്കുവാൻ, നന്നായിട്ട് ശോഭിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും തീർച്ചയായിട്ടും. അപ്പോ ആ 10th സ്റ്റാൻഡേർഡില് SSLCയിൽ എനിക്ക് എക്സാമിനേഷൻസിൽ പാസ്സാവാൻ, നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അവിടെ തന്നെ അടുത്ത ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എഞ്ചിനീയറിംഗിൽ ആ റാങ്ക് ലിസ്റ്റിൽ ഐ വാസ് ദ ടോപ്പർ. അപ്പോ ഫസ്റ്റ് ഇയറിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലോൺ സ്കോളർഷിപ്പ് കിട്ടി. സെക്കൻഡ് ഇയർ വന്നപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 13,700 rupees in 1981. 1981 13,700 rupees എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാല്യൂ ഏതാണ്ട് 2,60,000 rupees ആണ്. സെക്കൻഡ് ഇയർ വന്നപ്പോ മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി. മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയപ്പോ പപ്പ അതിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ആ മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ആ ലോൺ സ്കോളർഷിപ്പിന്റെ പൈസ തിരിച്ചു കൊടുക്കണം. ആ ദിവസങ്ങളിൽ പാസ്റ്റർ ജയരാജ് വീട്ടിൽ വന്നിരുന്നു. പാസ്റ്റർ ജയരാജിന്റെ അടുത്ത് പപ്പ പറഞ്ഞു, ഇവന് ഒരു മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി, പക്ഷെ ആ ലോൺ സ്കോളർഷിപ്പ് 4,400 rupees തിരിച്ചടയ്ക്കണം. 4,400 rupees എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാല്യൂല് അറൗണ്ട് ഒരു 75,000 rupees ആണ്. അപ്പോ പാസ്റ്റർ ജയരാജ് പറഞ്ഞു, ഓക്കെ നീ വന്ന് ഞങ്ങളുടെ വീട്ടിൽ ആ പൈസ മേടിച്ചോണ്ട് പോ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോയി പാസ്റ്റർ ജയരാജിന്റെ അടുത്ത് വീട്ടിൽ പോയപ്പം അവർ ആ പൈസ തന്നു. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പം എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി. ഈ 13,700 rupees കിട്ടിയപ്പം പപ്പ എന്റെ അടുത്ത് ചോദിച്ചു, നമ്മുടെ രാജപാളയം ചർച്ചിന്റെ പണി കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പൊ അതിന്റെ മേസിന് കൊടുക്കാനുള്ള പൈസ ഇതേ തുകയാണ്, ഏതാണ്ട് 13,700 rupees. ഇതാണ് കൊടുക്കേണ്ട പൈസ, ഇത് നമുക്ക് കൊടുക്കാവോ എന്ന് പപ്പ എന്നടുത്ത് ചോദിച്ചു. വളരെ ഹാപ്പി ആയിട്ട് അത് കൊടുത്തു. അതിനകത്തുനിന്ന് ഒരു പേന പോലും മേടിച്ചില്ല. ഫൈൻ. പക്ഷെ ആ കാലത്ത് ഒരു സെമസ്റ്ററിനുള്ള ഫീസ് ഏതാണ്ട് 700 rupees ഉണ്ടായിരുന്നു. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് തരുന്നത് 1,400 rupees പകരം അവർ തരുന്നത് 13,700 rupees. ദാറ്റ് ഈസ് സംതിങ് ഡബിൾ ദി മണിയാണ് നമുക്ക്, 10 times ആണ് അവർ നമുക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് ആയിട്ട് തരുന്നത്. പക്ഷെ അത് നമുക്ക് ദൈവരാജ്യത്തിൽ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു ഒരു വഴി വന്നു. അങ്ങനെ ഒരു നിമിത്തമുണ്ടായി. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നു. സോ ഇത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പിറ്റേ ദിവസങ്ങളിൽ
വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി എന്ന് ഞാൻ നിനക്ക് പറയട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ചർച്ചിന്റെ പാസനേജ് ആണ്. ഈ ചർച്ചിന്റെ മുമ്പിലാണ് റെയിൽവേ ട്രാക്ക് പോകുന്നത്. അപ്പൊ അതിനകത്ത് ഒരാൾ ഇങ്ങനെ ട്രോളിയിൽ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരുന്ന് പോകും. അതിന്റെ മുകളിൽ ഒരു കൊടയുണ്ടാവും, അതിന്റെ മുകളിൽ ഒരു കൊടി ഉണ്ടാവും. 4 പേർ തള്ളിക്കൊണ്ടു പോകും, ഒരാൾ ഇങ്ങനെ ഇരുന്ന് പോകും. എനിക്ക് ഭയങ്കര പാഷനായി പോയി അങ്ങനെ പോകുന്ന ഒരാളെ കണ്ടിട്ട്. അപ്പൊ സാർ എന്റെ അടുത്ത് ക്ലാസ്സിൽ ചോദിച്ചപ്പോ എന്താണ്, ഞാൻ പറഞ്ഞു പെർമനന്റ് വേ ഇൻസ്പെക്ടർ ആണ്. ഇങ്ങനെ ഒരാൾ ഇരുന്ന് പോകുന്നു, മുകളിൽ ഒരു കൊടയുണ്ട്, 4 പേര് തള്ളാനുണ്ട്, മുകളിൽ ഒരു കൊടിയുണ്ട്. പോയാൽ ഈ ജോലിക്കാരന്റെ പോകണമെന്ന് എന്റെ മനസ്സിനകത്ത് ഒരു ആഗ്രഹം. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഐ വോണ്ട് ടു ബിക്കം എ പെർമനന്റ് വേ ഇൻസ്പെക്ടർ എന്ന് പുള്ളി പറഞ്ഞു. പഠിച്ച് നല്ല ഫ്ലൈയിങ് കളേഴ്സോട് പാസ്സായി. ഐ പാസ്ഡ് ഔട്ട് ഇൻ എ സൂപ്പർ ഫസ്റ്റ് ക്ലാസ് ഇൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. വേറെ ഒരു ജോലി പഠിച്ചു തീർന്ന അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോയി, ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റില്, ഇറിഗേഷനില്. അന്ന് സാലറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാലറി, 22 rupees 50 paise പെർ ഡേ. അങ്ങനെ ഒരു 650 rupees സംതിങ് ഒരു മാസം കിട്ടും. സോ അങ്ങനെ അന്ന് മുതൽ ജോലിക്ക് പോയി ചേർന്ന ദിവസങ്ങൾ മുതൽ വീട്ടിലുള്ള കഷ്ടങ്ങൾ മാറാൻ തുടങ്ങി. ദൈവം സഹായിച്ചു. എന്റെ ആഗ്രഹം പോലെ ഞാൻ വേറെ ഒരു ജോലിക്കും ഞാൻ അപ്ലൈ ചെയ്തില്ല. ഈ ഒറ്റ ജോലിക്ക് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തുള്ളൂ. അങ്ങനെ ട്രിവാൻഡ്രം റെയിൽവേ സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ബാച്ചില് എക്സാമിനേഷൻ ഞാൻ പാസ് ചെയ്തു, പെർമനന്റ് വേ ഇൻസ്പെക്ടർ. ഇന്റർവ്യൂവിന് പോണം, ഇത് ഒരു സാക്ഷ്യമാണ്. ആക്ച്വലി ഇന്റർവ്യൂവിന് പോണം. എറണാകുളത്താണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് പോവാൻ കയ്യിൽ പൈസ ഇല്ല. കയ്യിലെ പൈസ എന്ന് പറഞ്ഞാൽ പകുതി പൈസ ഉണ്ട്, യാത്ര ചെയ്ത് പോയി തിരിച്ചു വരാനുള്ള പൈസ തന്നു, പപ്പ അമ്മ തന്നു, എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാൻ ഒരു ദിവസം, രാജപാളയത്തിൽ നിന്ന് എറണാകുളത്ത് പോയി താമസിക്കാൻ ഒരു ദിവസം താമസിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, പോയി അപ്പച്ചനെ കണ്ട് കുറച്ച് പൈസ മേടിച്ചോണ്ട് പോവാൻ. വീട്ടിൽ പോയ ഉടനെ അപ്പച്ചനെ ലിറ്ററലി ദേഷ്യം വന്നു. എന്തുവാണ് നിങ്ങളുടെ പാരന്റ്സ്? ഞങ്ങളുടെ പപ്പ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മിനിസ്ട്രിയിൽ വരുന്നോ അത് മൊത്തം മിനിസ്ട്രിയിൽ സ്പെൻഡ് ചെയ്യും. മിനിസ്ട്രിയിൽ സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ഓൺ പീപ്പിൾ, അതാണ്. സോ ഇങ്ങനെ അപ്പച്ചൻ എൻ്റെ അടുത്ത് ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസറ്റേജസ് ആണല്ലോ അവിടെ വന്നത്. ഞാൻ ദൈവപ്രവൃത്തിയെ പറ്റി പറയുക. സോ അന്ന് അപ്പച്ചൻ പൈസ കൊടുത്തിരുന്നെങ്കിൽ ഈ ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ലായിരുന്നു. പാസ്റ്റർ ടി ജെ സാമുവൽ വന്നു. ടി ജെ സാമുവൽ അപ്പോ പാസ്റ്റർ ടി ജെ സാമുവൽ അപ്പോ ബൈബിൾ സ്കൂളിന്റെ, ബെത്തൽ ബൈബിൾ സ്കൂളിന്റെ ഡീനായിരുന്നു. വീട്ടിൽ വന്നപ്പോ എന്നെ അടുത്ത് ചോദിച്ചു, എന്തുവാണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറച്ച് പൈസക്ക് വേണ്ടി വന്ന അപ്പച്ചന് ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. അതിനകത്ത് ഒരു സൈഡില് തന്റെ സുഹൃത്തിന് ഒരു കത്ത് കൊടുത്തു. പാസ്റ്റർ എസ് തോമസ്, കൊച്ചിയിലെ അയ്യപ്പൻകാവ് കൊച്ചിയിലുള്ള പാസ്റ്റർ എസ് തോമസിന് ഒരു കത്ത്. എന്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ വരുന്നു, അവനെ നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വെച്ചുകൊള്ളുക, വെച്ച് അവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടത്തി തരിക, നിങ്ങളുടെ വീട്ടിൽ പാർക്കുവാൻ സ്ഥലം തരിക, ഇത്രയുള്ള ആ കത്ത്. അടുത്ത സൈഡില് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എങ്ങനെ അവരുടെ വീട്ടിൽ പോകണമെന്ന് ആ നിർദ്ദേശങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ഞാൻ ഒരു ചെറിയ പെട്ടിയുമായി അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോയപ്പോ ഒരു ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. വീടെന്ന് പറഞ്ഞാൽ ഒരു 20 feet by 12 feet ഉണ്ടാവും. അത്രയുള്ള അവരുടെ ചർച്ച. അന്നത്തെ കാലത്ത് അവരുടെ വീട്ടിന്റെ ഫ്രണ്ട് വരാണ്ടായാലാണ് ചർച്ച നടക്കുന്നത്.
പാസ്റ്റർ എസ് തോമസ് ഉണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിനകത്ത് കയറി ഒരു മൂലയിൽ ഇരുന്നപ്പോ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരാൾ പ്രസംഗിക്കാൻ എണ്ണിച്ചു നിന്നു. എണ്ണിച്ചു നിന്ന ആ ദൈവമനുഷ്യൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആ മൂലയിൽ വന്നിരിക്കുന്ന ആ കൊച്ചുപയ്യൻ, അപ്പൊ എനിക്ക് 19 വയസ്സ്, 19 ഇയേഴ്സ്, ആ കൊച്ചുപയ്യൻ എന്റെ നിമിത്തം ഇതുവരെ പറ്റിയിട്ടുള്ള എല്ലാ കഷ്ടങ്ങളും ഞാൻ കണ്ടു. അവൻ ഇന്ന കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ വന്നിരിക്കുന്ന ആ ജോലി ഞാൻ അവന് വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഒരു പ്രൊഫസി പറഞ്ഞു. പിന്നെ പുള്ളി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചെന്ന് എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. ഇത് മാത്രം എനിക്ക് മനസ്സിൽ കയറിയിരുന്നു. പിറ്റേ ദിവസം റെയിൽവേസിന്റെ റിട്ടയറിംഗ് റൂമിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. ഞങ്ങൾ ഏതാണ്ട് ഒരു 48 പേരുണ്ടായിരുന്നു. മൊത്തം 4 പൊസിഷൻസ് ആണ്. 48 പേര് ഇന്റർവ്യൂക്കുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഇരുത്തിപ്പിച്ചു. ഞങ്ങളെ ഇരുത്തിപ്പിച്ചിരുന്ന സ്ഥലം ഒരു ഡോർമെട്രിയാണ്. എന്റെ പേരാണ് അവസാനത്തെ പേര്, ഡബ്ല്യൂയിൽ തുടങ്ങുന്നത് കൊണ്ട്, വില്യംസ്. സോ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എല്ലാ മാർക്കും ഒരു 10-15 മിനിറ്റ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് ഒരു സമയം എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു കട്ടിലിൽ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നല്ല ഉറക്കം. അപ്പൊ എനിക്ക് മുമ്പ് ഇന്റർവ്യൂക്ക് പോകാനുള്ള വിശ്വനാഥൻ വന്ന് എന്നെ തട്ടി ഉണർത്തി ചോദിച്ചു എൻ്റെ അടുത്ത്, എടോ ഇന്റർവ്യൂക്കാണ് വന്നേ? ഞാൻ പറഞ്ഞ അതെ. നീ കിടക്കുന്ന ലക്ഷണം കണ്ട ഇന്റർവ്യൂ വന്നതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവനകത്ത് കയറിപ്പോയി. അതിനുശേഷം ഞാനും പോയി. വിശ്വനാഥനും ഞാനും റെയിൽവേസിൽ ജോലിക്ക് പ്രവേശിച്ചു. വി ബോത്ത് വെർ അപ്പോയിന്റഡ് ഓൺ ദ സെയിം ഡേ ഇൻ 1984. പക്ഷെ ദൈവം എന്നെ ഇങ്ങനെ പടിപടിയായിട്ട് ഉയർത്തി ജോയിന്റ് സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റാങ്കിൽ ഒന്ന് റിട്ടയർ ആവാൻ ദൈവം സഹായിച്ചു. വിശ്വനാഥന് താൻ കയറിയ അതേ തസ്തികയിൽ റിട്ടയർ ആയി. സോ ദൈവ നാമത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം ദൈവം തീർച്ചയായിട്ടും 100 folds 100 മടങ്ങ് തിരിച്ചു തരുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഓരോ സമയത്തും ദൈവം നടത്തിയ വിധങ്ങൾ എനിക്ക് മറക്കാനേ പറ്റില്ല. ഇങ്ങനെ ഈ തസ്തികയിൽ പെർമനന്റ് ഇൻസ്പെക്ടറായിട്ട് ഒരു 2000 വരെ ഞാൻ ഇങ്ങനെ പോയി. പിന്നെ അതിന്റെ ഡെസിഗ്നേഷൻസ് ഒക്കെ ചേഞ്ച് ആയി. ഒരു 96 തൊട്ട് 2000 വരെ ഞാൻ പുനലൂരിലുണ്ടായിരുന്നു. പുനലൂർ എൻ്റെ ജീവിതത്തിന്റെ ഒരു കഠിന സമയം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര കഷ്ടമുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ 2000-ല് പുനലൂരിൽ നിന്ന് ദൈവം എന്നെ ഒറ്റ ദിവസം കൊണ്ട് അത്രക്കാലം കിട്ടാത്ത 3 പ്രൊമോഷൻസ് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. ഞാൻ ഒരു സെക്ഷൻ എഞ്ചിനീയർ ആയില്ല, ഞാൻ ഒരു സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയില്ല. സ്ട്രെയിറ്റ് അവേ ഞാൻ ഒരു ഗസ്റ്റഡ് കാഡറിലേക്ക് ദൈവം എനിക്ക് 2000-ല് ദൈവം എനിക്ക് പ്രൊമോഷൻ കൊടുത്ത് എന്നെ കൊണ്ടുപോയി അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ കണ്ണൂരായിട്ട് കൊണ്ടുപോയിട്ട്. ഒത്തിരി കഷ്ടങ്ങൾ ജീവിതത്തില്. ഏതാണ്ട് ഒരു 19 മേജർ ട്രെയിൻ ആക്സിഡൻസ് എൻ്റെ സെക്ഷനിൽ, എൻ്റെ സബ് ഡിവിഷനിൽ, എൻ്റെ ഡിവിഷനിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിലെല്ലാറ്റിലും ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഇപ്പോഴും നന്ദിയോട് ഓർക്കുക. എൻ്റെ സബ് ഡിവിഷനിലെ കടലുണ്ടിയിട്ട് ഒരു ഭയങ്കര ദുരന്തം ഉണ്ടായി. ഏതാണ്ട് 48 പേര് മരിച്ചുപോയി ഒരു ട്രെയിൻ ആക്സിഡന്റിൽ. ഒരു ചെറിയ ആക്സിഡന്റ് ആയ മതി, ഉടനെ ജോലി ഇല്ലാതെ പോകും. പക്ഷെ ദൈവം ഇങ്ങനെ
ഓരോ സമയത്ത് നമ്മളെ സംരക്ഷിച്ച് നടത്തി ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയറായിട്ട് ഇരുന്ന് ഒരു 6 വർഷം കഴിയുമ്പോൾ എന്റെ അടുത്ത പ്രൊമോഷൻ വരേണ്ട സമയമാണ്. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടപ്പോ ഒരിക്കലും പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത കണ്ടീഷനിലായിരുന്നു. അപ്പോ ഒരു ദിവസം ഞാൻ റെയിൽവേ സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻസിന്റെ പേപ്പേഴ്സ് എല്ലാം എടുത്തോണ്ട് മദ്രാസിലുള്ള റെയിൽവേ സർവീസ് കമ്മീഷൻ ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി പോയി. അപ്പൊ എന്റെ കൂടെ വന്ന എന്റെ സബോർഡിനേറ്റ് പറഞ്ഞു, സർ, ഇപ്പൊ മധുരയിൽ ഇരുന്ന നിങ്ങളുടെ മക്കള്, ഏതാണ്ട് എന്റെ മക്കളും എന്റെ കൂടെ തന്നെ പപ്പായുടെ പോലെ തന്നെ പല സ്ഥലത്തും ഇങ്ങനെ ട്രാൻസ്ഫർ ആയി. ഏതാണ്ട് അവമാനം ഒരു 10-11 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങളുടെ മക്കൾ ഇവിടെ മധുരയിൽ ഇരുന്ന് പഠിക്കട്ടെ സാർ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഒരു ട്രാൻസ്ഫർ, മധുരയിൽ നിന്ന് മധുരയിലേക്ക് ഒരു ട്രാൻസ്ഫർ ചോദിക്കാൻ വേണ്ടി അവൻ എന്നെ വിളിച്ചോണ്ട് പോവുക, ഓപ്പൺ ലൈനിൽ നിന്ന് കൺസ്ട്രക്ഷനിലേക്ക്. അപ്പോ ആ കൺസ്ട്രക്ഷനിലുള്ള ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്നെ ടോട്ടലി ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. പുള്ളിയെ പോയി ഉച്ചയ്ക്ക് കണ്ടപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ നിന്നെ സീനിയർ സ്കെയിലിൽ എടുത്തോളാം. സീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ റാങ്ക് ഓഫ് എ കളക്ടർ. അപ്പൊ ഞാൻ പുള്ളി എടുത്ത് ചോദിച്ചു, സാർ എന്നെ ആർ യു ഗിഗ്ലിംഗ് അറ്റ് മീ? എന്നെ ഒത്തിരി കാലത്തിന് മുമ്പ് ഞാൻ പുള്ളിയെടുത്ത് ഉണ്ടാക്കിയ വഴക്കിനില്ല പുള്ളി ഇപ്പൊ റിവെഞ്ച് എടുക്കാന്ന് വിചാരിച്ചു. പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, സാർ ഐ എം ദ 16th പേഴ്സൺ, ഞാൻ 16ാമത്തെ ആളാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, 16 പേരല്ലേ, ഐ വിൽ ക്രിയേറ്റ് 16 പോസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു 22 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് മുമ്പുള്ള 15 പേർക്കും എനിക്ക് പുറയിൽ ഒരു 6 പേർക്കും പ്രൊമോഷൻ കൊടുത്തു. അങ്ങനെ ദൈവം എന്നെ ഇൻ ദ റാങ്ക് ഓഫ് എ കളക്ടർ ദൈവം അങ്ങനെ പ്രൊമോട്ട് ചെയ്തു 2007 ജാനുവരിയിൽ. പിന്നെയും ഒത്തിരി കാലം ഇങ്ങനെ നീണ്ടുപോയി. 2007 നിന്ന് 2018 വരെ പ്രൊമോഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാവശ്യം, 2-3 പ്രാവശ്യം ഞാൻ പോയി എന്റെ വോളണ്ടറി റിട്ടയർമെന്റ് എഴുതി കൊടുത്തു. പക്ഷെ ഒരിക്കലും റെയിൽവേസ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ, പ്രൊമോഷൻ കിട്ടാത്തതിന്റെ റീസൺസ് എന്തുവെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ക്ലാസ് 1 സർവീസസിലുള്ള ഓഫീസേഴ്സ് ഇന്ത്യ മൊത്തം ഒരു 8 കോടതികളിൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അതുപോലെ ഹൈക്കോടതിയിലെല്ലാം ഇങ്ങനെ പ്രൊമോഷനിൽ നിന്ന് വരുന്നവർക്ക് ഒരിക്കലും പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല, പ്രൊമോട്ടേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്ന് അവര് 8 കോടതികളില് അവരിങ്ങനെ കേസ് ഇട്ടിരുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ഞങ്ങളുടെ പ്രൊമോട്ടീവ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു BJP ലോയർ, ഒരു ലേഡി ലോയർ, പുള്ളിക്കാരത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ അടുത്ത് പോയി ഈ കേസ് കൊണ്ടുപോയി കൊടുത്തു. പുള്ളിക്കാരത്തി ഈ കേസിന് കോടതിയിൽ പോയി അപ്പിയർ ആകുന്നതിന് മുമ്പ് തന്നെ 2017 BJP ഗവൺമെന്റ് 2ാമത്തെ പ്രാവശ്യം വന്നപ്പോ ഈ ലേഡി ലോയറെ സുപ്രീം കോടതി ജഡ്ജാക്കിയവര്. ഈ കേസ് എക്സാക്ട്ലി ഈ ഞങ്ങളുടെ ലോയറായിരുന്ന സുപ്രീം കോടതിന്റെ ജഡ്ജായിട്ട് വന്ന അതേ കോടതിയിൽ ഈ കേസ് വന്നു. ആൻഡ് അതേ ബെഞ്ചില്, 2 പേരുള്ള ബെഞ്ചിലെ കേസ് വന്നു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് മൊത്തം കേസ് അറിയാം. ഈ 8 കോർട്ടിലും ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന 8 കേസസിനെയും സുപ്രീം കോർട്ടിക്ക് കൊണ്ടുവന്ന് അവര് 2007 തൊട്ട് ഞങ്ങൾക്ക് പ്രൊമോഷൻ കൊടുക്കുവാൻ ഒരു ഓർഡർ ഇട്ടു. സോ അങ്ങനെ 2007 ബാച്ചില് we became the officers of the Indian Railway Service. IAS പോലെ
ഇന്ത്യൻ റെയിൽവേ സർവീസസ് ഓഫീസേഴ്സ് ആയിട്ട് 2007 ഡിസംബർ തൊട്ട് പ്രൊമോഷൻ കിട്ടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെയാണ് റിട്ടയർ ആകുമ്പോൾ ഇങ്ങനെ ഒരു നല്ല പൊസിഷനിൽ റിട്ടയർ ആവാൻ ഇടവന്നത്. സോ ദൈവം ഒരുത്തനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ചേർക്കണം എന്ന് വിചാരിച്ച BJP വക്കീലിനെയും BJP സർക്കാരിനെയും യൂസ് ചെയ്യും എന്നത് എന്റെ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. So, Pastor wanted to say something. അതെ സാറേ, ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ പിന്നെ വേദോസ്തം പറയുന്നത് എതിരായിട്ടുള്ളവരെ പോലും അവനോട് ഇണക്കും എന്നാണ് പറയുന്നത്. ഞാൻ ആ വാക്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ സാറേ? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന വാക്യം അതാ കേട്ടോ, പ്രൊവേർബ്സിലെ ആ വാക്യം, സദൃശവാക്യം. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെ തന്നോട് ഇണക്കുന്നു. ശത്രു എന്ന വാക്ക് ഉപയോഗിച്ചില്ല, കാരണം നമുക്ക് ശത്രുക്കളില്ലല്ലോ, നമ്മളെ എതിർക്കുന്നവരേ ഉള്ളല്ലോ. അങ്ങനെ ഓരോ സമയത്തും കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് എന്റെ പഠിത്തത്തിന്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ. ഇത് ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു ഉത്സാഹത്തിന് വേണ്ടി ഇങ്ങനെ 2006 വരെ ഞാൻ ഒരു ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കൊണ്ട് നടന്നു. പാസ്റ്റർ TJ സാമുവൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ജോയ്, ഇത് നിന്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന ഒരു അബ്സ്റ്റക്കിളാണ്, ഇതിനെ നീ ഓവർകം ചെയ്യണം. അങ്ങനെ 2006 46 വയസ്സിൽ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് മൈ ഗ്രാജുവേഷൻ. അതിന് മുമ്പും ഞാൻ പല സ്ഥലത്തും എന്റെ ഗ്രാജുവേഷന് വേണ്ടി പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഐ ഗോട്ട് ദ ഫസ്റ്റ് സീറ്റ് ഔട്ട് ഓഫ് 30 സീറ്റ്സ്. മധുരയില് ചോദിച്ചോട്ടെ, 2006 എന്ന് പറയുമ്പോൾ കുറെ വർഷങ്ങൾ ജോലി ചെയ്ത് ഒരു 40 വയസ്സായി കാണുമല്ലോ. അപ്പോൾ 46 years പാസ്റ്റർ. 46 years ആയപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്ത് പഠിച്ചു. I went for a program called AMI, Associate Member of Institution of Engineers. AMI എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗിനെ പോലെ ഒരു 4 സിലബസ് ആണ്, 4 ഇരട്ടി സിലബസ് ആണ് AMI എന്ന് പറയുന്നത്. AMI എഞ്ചിനീയറിംഗിലേക്ക് പഠിക്കാൻ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് 1, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് 2, അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് 1, അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് 2. ഇങ്ങനെ 4 പേപ്പേഴ്സ് ആണ് BE. പക്ഷെ ഇത് 4 ചേർന്ന് ഒറ്റ പേപ്പറാണ് AMI. ഇപ്പൊ 46 വയസ്സിൽ പഠിക്കാൻ പോയപ്പോൾ ഇങ്ങനെയാണ് ആ സബ്ജക്ട്സ് മൊത്തം. ഒരു പുസ്തകം വായിക്കണം, ഒരു വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ് എന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് 10,000 rupees ആണ്. ബ്യൂട്ടിഫുൾ ബുക്സ്. പക്ഷെ അത് പഠിച്ച പിന്നെ ലിറ്ററലി നിങ്ങൾ യു ബിക്കം എ റിയൽ എഞ്ചിനീയർ AMI പഠിച്ച. അങ്ങനെ ദൈവം എന്നെ 3.5 വർഷം കൊണ്ട് ആ പ്രോഗ്രാം ഗ്രാജുവേറ്റ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു വിത്ത് CGPA ഓഫ് 7.6. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞാനപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ രാവിലെ 3:30 മണിക്കെല്ലാം എണ്ണീച്ച് പ്രാർത്ഥിച്ചിട്ട് 4 മണിക്ക് പഠിക്കാനിരിക്കും. 4 മണി തൊട്ട് 5:30 മണി വരെ പഠിക്കും. 5:30 മണി മുതൽ 5:30 മണിക്ക് വണ്ടി വീട്ടിന്റെ മുമ്പിൽ വരും. ഞാൻ ജോലിക്ക് പോകാനുള്ള വണ്ടി വീട്ടിന്റെ മുമ്പിൽ വരും എന്റെ പ്രോജക്റ്റിന് പോകാൻ. 7 മണി വരെ യാത്ര ചെയ്യും. 7 മണി മുതൽ 8 മണി വരെ പ്രോജക്റ്റിൽ നടക്കും. ഐ വാക്ക് ഇൻ ദ ട്രാക്ക്, റെയിൽവേ ട്രാക്ക്. ആ പകൽ ജോലി ചെയ്തിട്ട് വീണ്ടും 4:30 മണിക്ക് ആ സ്ഥലത്ത് നിന്ന് 65-70 കിലോമീറ്റേഴ്സിന് അപ്പുറം വീട്ടിൽ വരും. എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്ക് കിടന്നാലും രാവിലെ 3:30 മണിക്ക് എണ്ണീച്ച് 4 മണിക്ക് പഠിക്കാനിരിക്കും. അത് എനിക്ക് ഒരു ഭയങ്കര ആ 4:30 മണി മുതൽ 5-6 മണി വരെയുള്ള സമയമാണ് ഇപ്പൊ എനിക്കുള്ളത്. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സമയങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ആ സമയങ്ങൾ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം. പിന്നെ ഇമ്മീഡിയറ്റ്ലി 2009 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. അത് തുടർന്ന് I did my post-graduation for my master's in technology, in highway technology and transportation engineering. 2011 I did my master's complete ചെയ്യാൻ ദൈവം സഹായിച്ചു. So
അപ്പോ 51 വയസ്സില് എന്റെ മാസ്റ്റേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ശരി സാറേ, ഞാനത് ഇടയ്ക്ക് ചോദിക്കാൻ കാരണം അപ്പോൾ പ്രായമൊന്നും പഠിക്കാൻ വിഷയമല്ല. നമുക്കൊക്കെ പഠിക്കാൻ പറ്റും ഇനി എന്നുള്ളൊരു വലിയൊരു ഒരു ഒരു എന്നോടും അത് സംസാരിക്കുന്നത് പോലെ പ്രേക്ഷകരോട് ഇത് സംസാരിക്കുക അല്ലേ? അതിനുശേഷം ഐ ഡിഡ് മൈ എം എസ് സി ഇൻ റിയൽ എസ്റ്റേറ്റ് വാല്യുവേഷൻ. അതിനുശേഷം ഞാൻ ഒരു MSc ചെയ്തു. സോ ഇങ്ങനെ പഠിക്കാനൊന്നും വയസ്സൊന്നും മാറ്റർ ഇല്ല. സോ എൻകറേജിങ്. സ്തോത്രം. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് നമ്മൾ എപ്പോഴും ഞാൻ പഠിക്കുന്ന പിള്ളേർക്ക് എന്തെങ്കിലും റീസൺസ് പറഞ്ഞ് പഠിക്കാതിരിക്കാൻ എന്തെങ്കിലും റീസൺസ് പറയല്ലേ എന്ന് ഞാൻ അവരോട് കൂടെ അഭ്യർത്ഥിക്കുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ആക്ച്വലി. സോ ദിസ് ഇസ് ലൈക്ക് ദിസ്. സോ അങ്ങനെ നമുക്ക് പഠിക്കാം, ലിറ്ററലി പഠിക്കാം. സോ ദൈവം, എന്റെ മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറയട്ടെ, എന്റെ മിനിസ്ട്രീരിയൽ തിങ്സില്. പക്ഷെ അതിനു മുമ്പ് ദൈവം എന്നെ 2 പ്രാവശ്യങ്ങളിൽ സൗഖ്യമാക്കി. ആ 2 സ്റ്റോറീസും കൂടെ ഞാൻ ഇവിടെ പറയട്ടെ. പുനലൂരിലെ 2000 ഉള്ളപ്പം എന്റെ ഭാര്യ ഒരു ദിവസം വൈകിട്ട് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് വിളിച്ചോണ്ട് പോയി. ആ ഡെന്റിസ്റ്റ് തന്റെ കട അടയ്ക്കുന്ന സമയം. അപ്പൊ പുള്ളി എന്റെ വൈഫിന്റെ പല്ല് എക്സാമിൻ ചെയ്തിട്ട് ചോദിച്ചു, പറഞ്ഞു ഇതിന് കുറച്ചുകൂടെ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കണം, ഇനി 2-3 ദിവസത്തിന് ശേഷം ഇതിനകത്തുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം. അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല, ഞാൻ ചോദിച്ചു, സർ എന്റെ പല്ലൊന്ന് ക്ലീൻ ചെയ്ത് ഇടാവും. പുള്ളി ഇങ്ങനെ അൺസ്റ്റെറൈൽ തിങ്സ് കൊണ്ട് എന്റെ പല്ല് ക്ലീൻ ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വന്ന് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. സഹിക്കാൻ പറ്റാത്ത ഒരു കഷ്ടം ഹെപ്പറ്റൈറ്റിസ് ബി വന്നപ്പോ. ഇങ്ങനെ ഹോസ്പിറ്റലിലുള്ളപ്പോ എന്റെ സീറം ബിലിറൂബിൻ ഇങ്ങനെ കയറി പോവാ. സീറം ബിലിറൂബിന്റെ ലിമിറ്റ് ഇസ് 1, ബട്ട് ഇറ്റ് ബിക്കെയിം 27 അപ്പൊ വീട്ടില് ആൾമോസ്റ്റ് എല്ലാരും വന്ന് എനിക്ക് ഒരു നമസ്തേക്ക് പറഞ്ഞിട്ട് പോയി, പ്രാർത്ഥിച്ചിട്ട് പോയി. വീണ്ടും തിരിച്ചു വരാനുള്ള ചാൻസസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ സബോർഡിനേറ്റ് ഒരു രാജൻ തന്റെ വീട്ടിൽ നിന്ന് ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്ന് എന്റെ കിടക്ക മുറിയിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനകത്ത് പാസ്റ്റർ യാങ്കിച്ചോടെ 2 മെസ്സേജസ് പുള്ളി കൊണ്ടുവന്ന് 2 കാസറ്റ്സ് കൊണ്ടുവന്ന് വെച്ചു. അതിനകത്ത് ഒരു കാസറ്റ് കേട്ടപ്പോ ദൈവം യാങ്കിച്ചോനെ എങ്ങനെ സൗഖ്യമാക്കിയെന്ന കാര്യം അതിനകത്ത് കേട്ടപ്പോ എന്റെ വിശ്വാസവും പല ലെവൽസ് എങ്ങനെ ഉയർന്നു. ഞാൻ കഥ അടച്ചു, അവിടെ കട്ടിലിന്റെ അടുത്ത് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കാൻ തുടങ്ങി. 2-3 ദിവസത്തിനകത്ത് ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു, പെർഫെക്റ്റ്ലി ഹീൽഡ്. അതിനുശേഷം എന്റെ പ്രൊമോഷൻസ് ആയി ഞാൻ കണ്ണൂരിൽ പോയപ്പോൾ ഞാൻ ഈ കാര്യം ഒരു സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ. അയാൾ പറഞ്ഞ എൻ്റെ അടുത്ത്, ഹെപ്പറ്റൈറ്റിസ് ബി ഒരിക്കലും സുഖമാകത്തില്ല, ഇത് ശരീരത്തിൽ ഉണ്ടാവും, പോയി ഞങ്ങളുടെ ബന്ധുക്കാരുടെ ഒരു ലാബറട്ടറിയിൽ ചെക്ക് ചെയ്യാം എന്ന് പുള്ളി എന്നെ വിളിച്ചോണ്ട് പോയി. ഇറ്റ് ഇസ് എ തലശ്ശേരിയിൽ. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഹെപ്പറ്റൈറ്റിസ് ഹസ് ബിക്കം നെഗറ്റീവ് ഇൻ ദ ബോഡി, ടോട്ടലി നെഗറ്റീവ് ആയിപ്പോയി. സോ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നമ്മളെ വേണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സൗഖ്യത്തോടു കൂടി ദൈവം വെച്ചേക്കും. അതിനുശേഷം ഒരു 10 years എന്റെ LDL കൊളസ്ട്രോൾസ് എന്ന് പറഞ്ഞ ഒരു 436 ആ റേഞ്ചിലാണ് ഉള്ളത്. 130 ആണ് റേഞ്ച് ആക്ച്വലി. എനിക്ക് കുനിയാൻ പറ്റത്തില്ല, കുനിഞ്ഞ ഈ ഫുഡ് പൈപ്പ് മൊത്തം കത്തും ആക്ച്വലി. അപ്പോ ഞാൻ എവിടെയെങ്കിലും ഒരു ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ തിരക്കി ഇങ്ങനെ ഓടും. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥനയില് മധുരയില് ഒരു ചർച്ചിലിരുന്ന് ഒരു ദൈവ മനുഷ്യൻ തന്നെ ദൈവം സൗഖ്യമാക്കിയ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ
ഈ പാസ്റ്ററെ മാത്രമേ സൗഖ്യമാക്കത്തുള്ളൂ, എന്നെ സൗഖ്യമാക്കത്തില്ലേ? പാസ്റ്റർ ബാബു മാത്യു, പുള്ളിയുടെ ടെസ്റ്റ് മണി കേട്ടോണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ ദൈവ സാന്നിധ്യം എന്റെ തലയിൽ ഇറങ്ങി, ഇങ്ങനെ ശരീരത്തിൽ കൂടി ഇറങ്ങിപ്പോയി. അത് ഫീൽ ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ ഞാൻ റെയിൽവേ ഹോസ്പിറ്റലിൽ സ്ട്രേറ്റ് അവേ ലാബറട്ടറിയിൽ പോയി എന്റെ ബ്ലഡ് കൊടുത്തു. ഈ 430+ എപ്പോഴും ഉള്ള 10 വർഷമായിട്ടുള്ളത് ഇറ്റ് ബിക്കെയിം 136 നോർമൽ. പിന്നെ അതിനുശേഷം ഇന്ന് വരെ ഈ സംഗതി തിരിച്ചു വന്നിട്ടില്ല. സോ നമ്മളെ ദൈവത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ നല്ല സൗഖ്യമായിട്ട് നമ്മളെ വയ്ക്കുക ദൈവം ബാധ്യസ്ഥനാണ് എന്ന് വേണം എനിക്ക് പറയാൻ. പാസ്റ്റർ ഏതാണ്ട് പറയാൻ ആഗ്രഹിച്ചു. സാറേ, അത് കേൾക്കുമ്പോൾ അനേകർ സൗഖ്യമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ Praise the Lord. ഫാസ്റ്റിങ്ങില്ല സാറേ, ഈ ഒരു വീക്ക് ഫുള്ള് ഞങ്ങളുടെ ചർച്ച് ഫാസ്റ്റിങ്ങാണ്. ഞങ്ങൾ Yeah. എടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് ബ്രേക്ക് എവരി ചെയിൻ എന്ന, അത് രോഗമാകട്ടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറണം. സങ്കീർത്തനം 107 ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, അവൻ അവരുടെ ഞെരുക്കത്തിൽ നിന്ന് അവരെ വിടുവിച്ച് വിശാലത വരുത്തി. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ചിലരുടെ കൈ കെട്ടിവെച്ചിരിക്കുക. കൈ കെട്ടിയാൽ വിശാലതയില്ല. അവരുടെ വർക്കിനെ ലിമിറ്റ് ചെയ്തിരിക്കുക. ചില കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൈ കെട്ടിയിട്ടുണ്ട്. ചിലരുടെ ഭൗതിക മണ്ഡലം, ചിലരുടെ ആരോഗ്യം, ചിലരുടെ മിനിസ്ട്രി, അതൊക്കെ കൈ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞെരുക്കത്തിൽ നിലവിളിക്കുമ്പോൾ കർത്താവ് ആ കെട്ട് പൊട്ടിച്ചിട്ട് എബ്ബേസിൻ്റെ അതിരിനെ വിശാലമാക്കിയതുപോലെ വിശാലത വരുത്തുന്ന കർത്താവ്. സോ ഞാനും അത് സ്വീകരിക്കുക. കാരണം ഞാൻ ആ ഒരു മണ്ഡലത്തിൽ, ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട്, ആ വചനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട്, സാറത് പറയുമ്പോൾ ആ പാസ്റ്ററെ സൗഖ്യമാക്കിയെങ്കിൽ എന്നെയും സൗഖ്യമാക്കത്തില്ല എന്ന് ഞാനും ചോദിക്കുക. പ്രേക്ഷകർ ഓരോരുത്തരും ചോദിക്കട്ടെ. കണ്ടിന്യൂ ചെയ്യാം സാറേ. എനിക്കറിയാം സാറേ, കടലുണ്ടി ആക്സിഡൻറ്റ്, അതുപോലെ തന്നെ പുനലൂർ ഭാഗത്തൊക്കെ ഉണ്ടായ ഒരു സംഭവത്തിലൊക്കെ ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസൊക്കെ സാറിന് കിട്ടിയ ചില അനുഭവങ്ങളൊക്കെ റെയിൽവേ തന്നെ കുറേ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പുനലൂരായിരുന്നോ അതോ അത് തമിഴ്നാട്ടിലായിരുന്നോ ഞാൻ ഓർക്കുന്നില്ല. ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ കുറേ ഈ റെയിൽവേയിൽ തന്നെ ചില പ്രത്യേക അത്ഭുതങ്ങൾ, ഗൈഡൻസൊക്കെ കിട്ടിയതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സാറിന് ഓർമ്മ വരുന്ന പറയാം കേട്ടോ. ആക്ച്വലി 2 things, 2 വിഷയങ്ങൾ. ഒന്ന്, പുനലൂരില് ഉണ്ടായിരുന്ന വെരി സ്പെസിഫിക് തിങ്സ്. 24/8 ഓഗസ്റ്റ് 24 എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അത് ഒരു ദിവസമാക്കി. 24/8/1996 105 കൊല്ലമേൽ ആക്സിഡന്റ് ബിറ്റ്വീൻ ഒറ്റക്കൽ ആൻഡ് എടമൺ. 24/8/1997 106 കൊല്ലമേൽ ആക്സിഡന്റ് ബിറ്റ്വീൻ കൊട്ടാരക്കര ആൻഡ് ആവണീശ്വരം. 24/8/1998 136 കൊല്ലമേൽ ആക്സിഡന്റ് ബിറ്റ്വീൻ എടമൺ ആൻഡ് പുനലൂർ. 24/8/1999 138 ആക്സിഡന്റ്, അതും എടമൺ പുനലൂർ ആക്സിഡൻസ്. ഒറ്റ ആക്സിഡന്റ് ഈ സംഭവിച്ചതെല്ലാം മലയിലാണ്. ആക്ച്വലി ഈ പാസഞ്ചർ ട്രെയിൻസ്, എക്സ്പ്രസ് ട്രെയിൻ സംഭവിച്ച ഡെവലപ്മെന്റ്സ് ആയതെല്ലാം. പക്ഷെ പാളം തെറ്റി അവിടെ തന്നെ നിൽക്കും. ഇറങ്ങി എവിടെയും ഓടിയിട്ടില്ല. മലയൊന്നും താഴെ ഇറങ്ങി ഒന്നും പോയിട്ടില്ല. അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ഡിറൽമെന്റ്സിലെല്ലാം ജോലി മക്കളെ, പിന്നെ കുടുംബം എല്ലാം. പക്ഷെ എന്റെ മനസ്സിലെ ഒരു 1996 വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺവിക്ഷൻ മനസ്സിലാക്കുന്നു. റെയിൽവേസ് എന്ന് പറയുന്നത് അല്ല നമ്മളെ പോറ്റുന്നത്. നമ്മളെ പോറ്റുന്നത് ദൈവമാണ്. സോ ദൈവം എനിക്ക് എന്നെ വിളിച്ച് ഈ ജോലി തന്നതാണ് ആക്ച്വലി. അപ്പോ അവസാന ദിവസം വരെ എന്നെ സൂപ്പർവൈസർ കൊണ്ടുപോയി. അത് ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാണ്. ഇതിനു വേണ്ടി തന്നെ ദൈവം ഓരോ മനുഷ്യരെയും ഓരോ സ്ഥലത്ത് നമുക്ക് വേണ്ടി വെച്ചിരിക്കും.
അത് നിഴൽ പോലെ ഇരിക്കും. അത് അത് മനസ്സിലാക്കി അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. 24/8/2000 ഫാദർ മരിച്ചുപോയി. അതിനുശേഷം 24/8 വന്നിട്ടില്ല. That's it. 96 to 2000 എല്ലാ August 24th ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. ബട്ട് ദൈവത്തിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ഡിഫറെന്റ് ആണ്. കടലുണ്ടി ആക്സിഡന്റ് എന്ന് പറയുന്നത്, ഞാൻ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ കണ്ണൂർ. ഒത്തിരി കാലത്തിന് ശേഷം പാസ്റ്റർ ടി ജെ സാമുവൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിലിരിക്കുവാൻ വേണ്ടി പുള്ളി വന്നിരിക്കുക. അന്ന് ഈ കടലുണ്ടി ആക്സിഡന്റ് സംഭവിച്ചു. ആക്ച്വലി ഞാൻ പാസ്റ്ററുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പുള്ളി എന്റെ പാസ്റ്റർ ആയിരുന്നു. പുനലൂരിൽ 1.5 വർഷം പാസ്റ്റർ ടി ജെ സാമുവൽ വാസ് മൈ പാസ്റ്റർ. എന്റെ നല്ല ഒരു മെന്റർ, ഒരു എന്താ പറയാ സ്പിരിച്വൽ ഗൈഡ്. ഞാൻ പാസ്റ്റർ ടി ജെ സാമുവൽ, ഞാൻ അങ്കിൾ ടി ജെ സാമുവലിനെ ഒരിക്കലും അങ്കിളായിട്ട് കണ്ടിട്ടില്ല. ആസ് എ ഗുഡ് സ്പിരിച്വൽ മെന്റർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അബ്സർവ് ചെയ്ത് പുള്ളിയുടെ നിന്ന് പഠിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അത് ഒരു ഡിഫറെന്റ് തിങ്. ബട്ട് ഈ കടലുണ്ടി ആക്സിഡന്റ് എന്ന് പറയുന്നത്, ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതിനാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാത്തുകൊള്ളും. ഇങ്ങനെ സൈറൺ കേട്ടു. ഞാൻ ഉടനെ ഒരു കാർ എടുത്തോണ്ട് കടലുണ്ടി പോകുമ്പോ പഴയ ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ ഫോണാണ് എന്റെ കയ്യിലുള്ളത്. എല്ലാ പ്രസിനും ഈ നമ്പർ അറിയാം. എന്നെ വിളിച്ച് കൺട്രോൾ പറയുന്നു, ഡെത്ത് സർ, ഡെത്ത് 20, സർ ഡെത്ത് 30, സർ ഡെത്ത് 40, സർ ഡെത്ത് 45. ഇങ്ങനെ എനിക്ക് നമ്പർ ഓഫ് ഡെത്ത്സ് അങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഞാൻ ഡ്രൈവർ എടുത്ത് പറഞ്ഞു, വണ്ടി നിർത്ത്. ഒരു കടയ്ക്കകത്ത് കയറി 2 പൊറോട്ട, ഒരു ഫിഷ് കറി മേടിച്ച് കാമായിട്ടിരുന്ന് കഴിച്ചു. വയറ് നിറഞ്ഞു. പിന്നെ പതുക്കെ കാമായിട്ട് ഈ സ്പോട്ടിലേക്ക് റീച്ച് ചെയ്തു. ഇതെന്തെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ പ്രീവിയസ് ഡേ ഞാനും എന്റെ ബോസും ഈ ബ്രിഡ്ജ് ഇൻസ്പെക്ട് ചെയ്തു. അതിന്റെ തൊട്ട് പ്രീവിയസ് ഡേ എന്റെ ബോസിന്റെ ഇൻസ്പെക്ഷനാണ് ആക്ച്വലി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ ബ്രിഡ്ജ്, ഈ കടലുണ്ടി റിവർ എന്ന് പറയുന്നത് ഒറ്റ നദിയായിട്ട് വന്ന് ഈ കടലിന്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പോയി കടലിൽ പോയി ചേരും. 2 ബ്രിഡ്ജസ് ആണ് 925, 926. 925 നിന്ന് 926 നടന്നു വരുമ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയെടുത്ത് ചില കാര്യങ്ങളെ പറ്റി ആർഗ്യൂ ചെയ്തുകൊണ്ടേ വരിക. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറയും, എന്നെക്കാട്ടിലും 6 വയസ്സ് കുറവാണ് എന്റെ ബോസിന്. പുള്ളി പറയാ, ജോയ്, നമ്മൾ ഈ ബ്രിഡ്ജ് ഇൻസ്പെക്ട് ചെയ്തില്ലേ, നാളെ ഒരു ട്രെയിൻ വന്ന് ഈ ബ്രിഡ്ജിനകത്ത് വീഴും. അപ്പോ there will not be any evidence to prove that it is not because of us. ഇത് നമ്മൾ മുഖാന്തരം സംഭവിച്ചതല്ല എന്ന് പറയാൻ ഇതിനകത്ത് ഒരു ചെറിയ എവിഡൻസ് പോലും ഉണ്ടാകത്തില്ല. എന്നാലും നമ്മളെ ഇവര് ശിക്ഷിക്കും. നമ്മളാണ് ഇതിന്റെ കാരണക്കാരർ എന്ന് ദേശം മൊത്തം പറയും. ഈ ജോലി ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു ജോലിയിൽ ഉള്ളപ്പോ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗത്തിൽ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഉള്ളപ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. ദിസ് ഇസ് കോൾഡ് പ്രൊഫഷണൽ ഹസാർഡ് എന്ന് പുള്ളി പറഞ്ഞതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ ദാറ്റ് ആക്സിഡന്റ് ഹാസ് ഹാപ്പൻഡ്. സാറേ, ഇദ്ദേഹം ജസ്റ്റ് പറയുകയാണ്, ആസ് ദ പാർട്ട് ഓഫ് അവർ പ്രൊഫഷൻ വി ഹാവ് ടു ഫേസ് എനി
ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. അതായത് ഇതെല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം അല്ലേ. ഈ ചില ആളുകൾ പറയത്തില്ല, ഞാൻ ചെയ്യുന്ന ജോലി പകുതി പോലീസ് സ്റ്റേഷനിൽ കാല് വെച്ചുകൊണ്ടുള്ള ജോലിയാണ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചർച്ചിലുള്ള ചില ആളുകളുണ്ട് കേട്ടോ. അവർ ഈ ജുവലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു കാല് പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ആ ജുവലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഇന്ന് രാവിലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. നമ്മുടെ ചർച്ചിലെ ഒരു ബ്രദർ ജുവലറി ഫീൽഡിൽ ടാറ്റ തനുഷ്കി വർക്ക് ചെയ്യുന്ന ആളെ, പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കസ്റ്റമറിൻ്റെ ഗോൾഡ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. മെൽറ്റിംഗ് മെഷീൻ്റെ അകത്ത് ആ ഗോൾഡ് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൊളീഗ് എടുത്തപ്പം കമന്നു പോയി. അപ്പം മെൽറ്റായ ഗോൾഡ് കമന്നു പോയി, മെഷീൻ്റെ അകത്ത് വീണുപോയി. അപ്പോൾ അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 80 ഗ്രാം ഗോൾഡ് ഉണ്ട്. അപ്പം ചില ജോലിയുണ്ട് ഭയങ്കര റിസ്കിയാണ് അല്ലേ. അതല്ലേ സാറ് ആ മീൻ ചെയ്തത്? കാരണം അതുകൊണ്ട് പ്രൊഫഷണൽ ഹസാർഡ്, എല്ലാ പ്രൊഫഷണൽ ഹസാർഡ്സ്, എല്ലാ ജോബിലും പ്രൊഫഷണൽ ഹസാർഡ്സ് ഉണ്ട്. ബട്ട് എല്ലാ ദിവസവും ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. ദൈവം നമ്മുടെ കൂടെ ഉള്ള കാര്യം കാണാൻ പറ്റും. ഇതിന് എന്റെ മേലും ഷിക്കാവത്തിന്റെ മേലും കേരള പോലീസ് കേസ് എടുത്തിരുന്നു. 11 വർഷം ആ കേസ് ഉണ്ടായിരുന്നു, ജനോസൈഡിന്. സോ 11 വർഷത്തിന് ശേഷമാണ് ഞങ്ങളെ വിസ്തരിക്കാൻ വേണ്ടി തന്നെ വിളിച്ചത് അവര്. സോ തിങ്സ് നമ്മുടെ പ്രൊഫഷനില് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവമാണ് നമ്മളെ ഒരു സ്ഥലത്ത് ആക്കിയതെങ്കിൽ, അതിനകത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കുവാണെങ്കിൽ നമ്മൾ അവസാനം വരെ കൊണ്ടുപോകാൻ, നമ്മളെ കൊണ്ടുപോയി ആക്കിയ ദൈവത്തിന് കഴിയും എന്നതാണ് ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. അതിനകത്ത് ഒരു കാര്യം കൂടെ പീപ്പിളിന് വേണ്ടി, നമ്മുടെ പീപ്പിളിന് വേണ്ടി ഒരു കാര്യം ഇതിനകത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കും. അവിടെ ഈ ആക്സിഡന്റ് ആയപ്പോ ക്രൗഡ് വാസ് സോ സ്വെല്ലിങ്, ഭയങ്കര ക്രൗഡ്, ദേശം മൊത്തം ഇളകി. അവിടെ എനിക്ക് ആ ഫോട്ടോ ഇന്ന് രാവിലെ ഞാൻ കണ്ടു ആക്ച്വലി. അപ്പോ പീപ്പിൾ ആർ ആഫ്റ്റർ അവർ ബ്ലഡ്. അപ്പോ റെയിൽവേ മിനിസ്റ്റർ ഉണ്ട്, നിതീഷ് കുമാർ വാസ് ദ റെയിൽവേ മിനിസ്റ്റർ. നിതീഷ് കുമാർ സ്ഥലത്തെത്തി. റെയിൽവേ ബോർഡിലെ മെമ്പർ എഞ്ചിനീയറിംഗ് വാസ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ചീഫ് എഞ്ചിനീയർ ഉണ്ട്. പ്രിൻസിപ്പൽ ചീഫ് എഞ്ചിനീയർ വിളിച്ചിട്ട് എന്നെയും എന്റെ ബോസിനെയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പുള്ളി പറഞ്ഞ വാക്യം, അവന്മാർ രണ്ടുപേരും വെസ്റ്റ് ഫെലോസ്, ഞങ്ങളുടെ കാഡറിൽ തന്നെ, അവരെ സസ്പെൻഡ് ചെയ്ത ഈ കാഡറിന് തന്നെ ഞങ്ങള് ഒരു മോശമായ ഒരു മെസ്സേജ് ഞങ്ങൾ കൺവേ ചെയ്യും. അതുകൊണ്ട് അവർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഞാനാണ് പ്രിൻസിപ്പൽ ചീഫ് എഞ്ചിനീയർ, എന്നെ സസ്പെൻഡ് ചെയ്തോളൂ എന്ന് ചെയർമാൻ റെയിൽവേ ബോർഡിന്റെ അടുത്ത്, മെമ്പർ എഞ്ചിനീയറിംഗിന്റെ അടുത്ത് പുള്ളി വാദിച്ചു നിന്നു. അങ്ങനെ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അതിന് മുഖാന്തരം ഞങ്ങൾ അവിടെ തന്നെ ഒരു ടെന്റ് അടിച്ച്, ഒരു വലിയ ബ്രിഡ്ജാണ് ആക്ച്വലി, 11 സ്പാന്, 18 മീറ്റേഴ്സ്, ഓരോ സ്പാനും 18 മീറ്റേഴ്സ് ഉള്ള 11 കണ്ണുള്ള ബ്രിഡ്ജസ് ആണ് ആക്ച്വലി. 18 മീറ്റർ സ്പാൻ ഉള്ള ഏതാണ്ട് ഒരു 70 ഫീറ്റ് ലോങ് ബ്രിഡ്ജാണ് ആക്ച്വലി ഓരോ സ്പാനും. ഇത്രയും വലിയ ബ്രിഡ്ജ് അവിടെ തന്നെ ഞങ്ങൾ ഒരു ടെന്റ് അടിച്ച് ഞാനും എന്റെ ബോസും അവിടെ തന്നെ ഇരുന്ന് 90 ദിവസത്തിനകത്ത് ഒരു പുതിയ ബ്രിഡ്ജ് പണിത് അതിനകത്ത് ഞങ്ങൾ ട്രാഫിക് വീണ്ടും റെസ്റ്റോർ ചെയ്തു. സോ ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല. സോ ഇത്രയും ഒരു കേപ്പബിലിറ്റീസ് ഉള്ള ആൾക്കാരെ റെയിൽവേസ് അംഗീകരിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പ്രിൻസിപ്പൽ ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്ന വ്യക്തി തമിഴിൽ പറയും, അയാൾ ഒരു പച്ചമുളകാണ്, കാന്താരി, അയാളുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല. റിട്ടയർ ആയതിനു ശേഷം പുള്ളിയുടെ വീടും തലശ്ശേരിയാണ്. പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ അവന്റെ വീട്ടിൽ പോയി സാർ, എനിക്കൊരു ചോദ്യമുണ്ട്.
അത്രയും പ്രഷർ വന്നിട്ട് ഞങ്ങളെ അന്ന് ഞങ്ങൾ രണ്ടുപേരെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഞാനാണ് ഈ വീട്ടിന്റെ പിതാവ്. പിതാവ് ജീവിച്ചിരിക്കുമ്പോ ആരെങ്കിലും അവന്റെ മക്കളെ ഒന്ന് തൊടുവോ എന്ന് എന്നെ അടുത്ത് ചോദിച്ചു. ഇത് എനിക്ക് ഭയങ്കര ഒരു ലെസൺ ആയിട്ട് മാറി. അതിനുശേഷം 2001 തൊട്ട് ഞാൻ റിട്ടയർ ആവുന്ന 2023 വരെ എന്റെ സബോർഡിനേറ്റ്സിനെ ഞാൻ ഒരിക്കലും ലെറ്റ് ഡൗൺ ചെയ്തിട്ടില്ല. ബ്യൂട്ടിഫുൾ ലെസൺ ആണ് പുള്ളി എനിക്ക് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണ്. ഇത് നമ്മുടെ എല്ലാവർക്കും ഒരു പാഠമാണ്. ലിറ്ററലി പാസ്റ്റർ വാണ്ടഡ് ടു സേ സംതിങ്. ഞാൻ ആ ഫോട്ടോ ഒന്ന് കണ്ടെടുക്കാൻ ശ്രമിക്കുമായിരുന്നു സാറേ. കടലുണ്ടി റെയിൽവേ എന്റെ അടുത്ത് ആക്സിഡൻറ്റിൻ്റെ. ഉണ്ട്, ഞാൻ തരാം. ഞാനത് കണ്ടെടുത്ത് പ്രഷറുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടത്. ട്രെയിന് പുഴയിലേക്ക് വീണ് കിടക്കുന്നു, ആൾക്കൂട്ടമൊക്കെ നിൽക്കുന്നു. 59 പേര് മരിച്ചെന്നാണ് ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ പറയുന്നത്. 300 പേർക്ക് പരിക്കേറ്റു. 59 ഡെത്ത്സ്. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? കാരണം നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഫസ്റ്റ് അത് 45 ഡേയ്സ് എടുത്തു ഒരു ടെമ്പററി റെസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി. പിന്നെ വീണ്ടും ഒരു 45 ഡേയ്സ് എടുത്തു ഒരു പുതിയ ബ്രിഡ്ജ് പണിയാൻ വേണ്ടി. സോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എനിക്ക്. ഏതാണ്ട് ആദ്യമായിട്ട് ഒരു 3 കോടി രൂപയ്ക്ക് ഒരു ബില്ല് സൈൻ ചെയ്യുമ്പോഴൊക്കെ എന്റെ കൈയൊക്കെ നടുങ്ങായിരുന്നു. 2001 3 crore rupees ഉള്ള ബില്ല് സൈൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആക്ച്വലി 3 കോടി രൂപയ്ക്ക് ആ കാലത്ത് 2001 3 crore rupees വാസ് എ വെരി ബിഗ് മണി. അന്ന് 3 crore rupees ഞാൻ സൈൻ ചെയ്യുമ്പോൾ ഒരു പാർട്ട് ബില്ല് സൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കഷ്ടമായിരുന്നു. ആക്ച്വലി എനിക്ക് ഒപ്പിടുമ്പോ തന്നെ എനിക്ക് പേടിയായിരുന്നു. ബിക്കോസ് ഐ വാസ് അക്കൗണ്ടബിൾ ഫോർ ദി 3 crore rupees ആക്ച്വലി. ബട്ട് ഗാഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി. അങ്ങനെ ദൈവം ഇങ്ങനെ ഒത്തിരി പ്രോജക്ട്സ് ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് ഈ പീരിയഡില് ഇതുവരെ ആരും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും റെയിൽവേസിൽ ചെയ്യാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് മഹത്വം ലിറ്ററലി. ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരു 65 kilometers ഒരു മീറ്റർ ഗേജ് എടുത്തിട്ട് ബ്രോഡ് ഗേജ് ഒരു ട്രാക്ക് പണിയാൻ ബിറ്റ്വീൻ കാരക്കുടി ടു മാനാമധുരൈ. അതിനകത്ത് 5 മേജർ ബ്രിഡ്ജസ് ഉണ്ട്, 186 മൈനർ ബ്രിഡ്ജസ് ഉണ്ട്, 5 സ്റ്റേഷൻ യാർഡ്സ് ഉണ്ട്, 5 സ്റ്റേഷനിലുള്ള പ്ലാറ്റ്ഫോംസ്, 5 സ്റ്റേഷനിലുള്ള സ്റ്റേഷൻ ബിൽഡിങ്സ്, 5 സ്റ്റേഷനിലുള്ള യാർഡ് അറേഞ്ച്മെന്റ്സ്, സിഗ്നലിംഗ്, ലേയിങ് ഓഫ് ട്രാക്ക് എല്ലാം 9 മാസത്തിനകത്ത് ചെയ്ത് തീർക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇത് ഇന്ത്യൻ റെയിൽവേസിൽ ഒരു റെക്കോർഡാണ്. ഇതുപോലെ 65 kilometers ബിറ്റ്വീൻ തിരുനെൽവേലി ടു തിരുച്ചെന്തൂർ അവരെടുത്തോണ്ട സമയം 9 വർഷം. Actually, they took 9 years. God helped me to complete a big project within 9 months. So, ഇത് എന്താ പറഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങനെ പെഡസ്റ്റലിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് പോലെയാണ് നമ്മളെ ഉപയോഗിച്ച കാര്യങ്ങൾ. ഇതിനിടയ്ക്കാണ് എന്റെ പഠിത്തം നടന്നത്. ഈ കാരക്കുടി മാനാമധുരൈ പ്രോജക്റ്റിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഗ്രാജുവേഷൻ ചെയ്തത്. ആക്ച്വലി ഇറ്റ്സ് പോസിബിൾ. സോ കുടുംബമുണ്ട്, മിനിസ്ട്രി ഉണ്ട്, കുടുംബമുണ്ട്, മിനിസ്ട്രി ഉണ്ട്, ആൻഡ് ജോബുണ്ട്, പഠിത്തമുണ്ട്. ഇതെല്ലാം ചേർത്ത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ, ടൈം പ്ലാനിങ് ചെയ്യാൻ, ടൈം മാനേജ് ചെയ്യാൻ ദൈവം സഹായിച്ചതാണ് ഇതിനകത്ത് വലിയൊരു സാക്ഷ്യം. ആക്ച്വലി 2000 ലാസ്റ്റ് പാർട്ട് ഞാൻ പറയട്ടെ. 2000 I joined the Gideon ministry. നല്ല കണ്ണൂരിലുള്ള നല്ല പീപ്പിൾ എന്നെ കൊണ്ട് പരിശീലിപ്പിച്ചു ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഈ സ്കൂൾസ് ഒക്കെ ഉള്ളതെല്ലാം റോട്ടിൽ നിന്ന് മലയുടെ മണ്ടയ്ക്കാണ്.
കാലിക്കറ്റ്, കാസർഗോഡ്, പിന്നെ കണ്ണൂര്, അതുപോലെ അതെന്തുവാ അങ്ങനെ ഒരു 4-5 ഡിസ്ട്രിക്ട്സ് കണ്ണൂർ ക്യാമ്പിൽ വരുന്നതാണ്. ഇവിടെ എല്ലാ മാസവും 2 പ്രാവശ്യം 10,000 കോപ്പീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം തോളി ചുമ്മിക്കൊണ്ട് വേണം മലയിൽ കയറിപ്പോയി ഇങ്ങനെ സ്കൂളിലെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, ദൈവം സഹായിച്ചു. ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ സ്കൂൾസിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പം ദൈവം എനിക്ക് ഒരു നല്ല പ്ലാൻ തന്നു. ആ പ്ലാന് ഞാൻ തമിഴ്നാട്ടില് സ്ക്രിപ്ചർ ഡിസ്ട്രിബ്യൂഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ളപ്പോൾ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ തമിഴ്നാട്ടിൽ ഞങ്ങൾ എല്ലാ വർഷവും 1.5 കോടി we were distributing about 60 lakhs copies in Tamil Nadu during my time as scripture distribution coordinator. ചെയ്യാൻ പറ്റി. സോ ദൈവം നമുക്ക് പുതിയ മെത്തഡോളജീസ്, ഒരു എപ്പോഴും ബ്ലോക്ക് ആയിരിക്കുന്ന കാര്യം നോക്കി നമ്മൾ വിഷമിക്കാതെ പുതിയ മെത്തഡോളജീസിൽ നമ്മൾ മിനിസ്റ്റർ ചെയ്യാൻ ദൈവം നമ്മളെ ഒത്തിരി ഇൻസൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മളെ ആൾക്കാരെ പരിശീലിപ്പിക്കുമ്പോൾ, നല്ല ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് നമ്മള് പരിശീലനം കൊടുക്കുമ്പോൾ അവർ നമ്മളോട് കൂടെ ചേർന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗിരിയൻസ് മിനിസ്ട്രിയിൽ 7 വർഷം ക്യാബിനറ്റിലിരുന്ന് മിനിസ്റ്റർ ചെയ്യുവാൻ ദൈവം എന്നെയും സഹായിച്ചിട്ടുണ്ട്. സോ അങ്ങനെ അതിനുശേഷം ഐ ഗോട്ട് ഇൻസ്പയർഡ് ബൈ യുവർ ടെസ്റ്റിമണി ചാനൽ. നിങ്ങളുടെ ടെസ്റ്റിമണി ചാനൽ, ഞാൻ റിട്ടയർ ആയതിനു ശേഷം നിങ്ങളുടെ ടെസ്റ്റിമണി ചാനൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ പാസ്റ്റർ അടുത്ത് ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഞാൻ ഇത് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്തോട്ടെ ഞാൻ ചോദിച്ചപ്പോൾ പാസ്റ്റർ വളരെ സന്തോഷമായിട്ട് അതിന് യു ആർ ഗിവൻ ദ ക്ലിയറൻസ്. അങ്ങനെ സമ്മറി ഓഫ് ദ ടെസ്റ്റിമണീസ് അല്ലേ ഒരു 20 minutes അല്ലെങ്കിൽ 30 minutesനകത്ത് ഞാൻ പറയാൻ അത് എടുത്ത് തമിഴ്നാട്ടിൽ ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ പെർമിഷൻ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ ആദ്യ സമയങ്ങൾ മുതൽ ഒരു 4 വർഷം മുമ്പ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ സാറ് ഓരോ ടെസ്റ്റിമണി കാണുമ്പോഴും എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുകയോ, പ്രത്യേകിച്ചും ചില ടെസ്റ്റിമണീസ് ഒത്തിരി ടച്ച് ചെയ്യുന്ന ടെസ്റ്റിമണീസ് ഉണ്ടായിരുന്നു അല്ലേ? ഒത്തിരി നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ ശരിക്കും എന്താ പറയേണ്ടത്, മോട്ടിവേറ്റ് ചെയ്യുകയല്ല, നമ്മളെ കത്തിക്കുന്ന ടെസ്റ്റിമണീസ് എത്രയോ. സാർ ആ സമയങ്ങളിലെല്ലാം എന്നെ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും വെരി ബ്യൂട്ടിഫുൾ ടെസ്റ്റിമണീസ്. എനിക്ക് ഓരോ ടെസ്റ്റിമണിയെക്കാട്ടിലും ഇങ്ങനെ വളരെ ഡിഫറെന്റ് ആണ് എല്ലാ ഫീൽഡ്സിലും. അത് റിയലി അത് ഇങ്ങനെ ഒരു നല്ല മിനിസ്ട്രിയില് പാസ്റ്ററിനെ ദൈവം കുടുംബമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ട് വളരെ സന്തോഷം. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത്ര സമയം എന്നെ ശ്രമിച്ച നിങ്ങളെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു സാറേ. ഞങ്ങളും നന്ദി പറയുക, പ്രേക്ഷകരും നന്ദി പറയുക. പ്രത്യേകിച്ചും തമിഴിൽ ഉള്ള ടെസ്റ്റിമണി ടൈം വിത്ത് ജോയ്, അത് അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി മലയാളം പറയുന്ന ദൈവദാസന്മാരുടെ ടെസ്റ്റിമണീസ് തമിഴിലേക്ക് എത്തുവാൻ അതുകൊണ്ട് കാരണമായി തീർന്നു. പല ടെസ്റ്റിമണീസും ആയിരക്കണക്കിന് ആളുകൾ കണ്ട് അതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യം വളരട്ടെ, ദൈവരാജ്യം വിശാലമാകട്ടെ. സാറിൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലും വിട്ടുപോയതുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലായെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ദൈവം നമ്മോട് കൂടിയിരിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും, ദൈവം നിങ്ങൾക്ക് മുന്നേറ്റം നൽകും. പ്രായം കഴിഞ്ഞു പോയത് കൊണ്ട് പഠിത്തം നഷ്ടപ്പെട്ടെന്നൊന്നും ചിന്തിക്കേണ്ട, ഇനിയും പഠിക്കാം. സാറേ, ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചൊന്ന് പറയണേ. കാരണം സാറ് പറഞ്ഞു, സാർ ഈ 4 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെൻറ്റ്, പലപ്പോഴും ആളുകൾ പരാജയപ്പെടുന്നത് ആ മേഖലയിലാണ്. അവർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി പാസ്റ്റർ, രാത്രി ഞാൻ 10 മണിക്ക് മുമ്പേ കിടക്കും. 9:30 മണിക്ക് ഒരു വിശ്വവാണിയുടെ ഒരു പ്രോഗ്രാം വരും.
ആ പ്രോഗ്രാം ഞാൻ കേട്ടോണ്ട് ഞാൻ ഉറങ്ങിപ്പോകും. അവർ റേഡിയോ സ്റ്റേഷൻ അവർ തന്നെ ഓഫ് ചെയ്തോളൂ. പിറ്റേ ദിവസം രാവിലെ അവർ തന്നെ തുറക്കുമ്പോഴാ റേഡിയോയിലത്തെ സൗണ്ട് വരിക. ഐ ലിസൺ ടു എ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് ഐ സ്ലീപ്. എല്ലാ ദിവസവും രാവിലെ 3:30 മണിക്ക് എണീക്കും. 3:30. 3:30 to 4 o'clock is my personal time with God. പിന്നെ 4 മണി 4:15 മണിക്കെല്ലാം കുളിച്ച് ഇങ്ങനത്തെ ഡ്രസ്സിൽ റെഡി ആയിട്ട് ഞാൻ വന്നിരിക്കും പഠിക്കാൻ. 1.5 മണിക്കൂർ വേറെ ഒന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. 1.5 മണിക്കൂർ ആ ചാനൽ തന്നെ ഇരുന്ന് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് പോലെ ഇരുന്ന് ഞാൻ പഠിക്കും. 5:30 മണിക്ക് എന്റെ ഓഫീസ് വെഹിക്കിൾ വീട്ടിൽ വരും. 5:30 5:45 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ആ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങും. ഐ സ്ലീപ് ഫോർ 1.5 hours. എല്ലാ ദിവസവും 8 കിലോമീറ്റർ നടത്തം, വാക്കിംഗ് ഫോർ 8 kilometers ആൻഡ് ഇൻസ്പെക്ടിങ് ദ ട്രാക്ക്. പിന്നെ അന്നുള്ള പേയ്മെന്റ്സ് കോൺട്രാക്ടേഴ്സിന് അന്നുള്ള പേയ്മെന്റ്സ് അന്ന് തന്നെ എഴുതി കൊടുക്കും. 4:30 മണിക്ക് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ച് വീണ്ടും ഒരു 65 കിലോമീറ്റർ 70 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഞാൻ വീട്ടിൽ വരും. 6 മണിക്ക് ഞാൻ വീട്ടിലുണ്ടാവും. വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ അത് എന്റെ കുടുംബത്തിന്റെ സമയമാണ്. ആ സമയത്ത് ഒരുത്തരും എന്നെ വിളിക്കാൻ പറ്റത്തില്ല. നോബഡി ക്യാൻ ഡിസ്റ്റർബ് മീ. നോ ഒഫീഷ്യൽ കോൾ, നത്തിങ്. അതിനകത്ത് ഞാൻ കുടുംബത്തിനുള്ള സമയം എക്സാക്ട്ലി ദാറ്റ് 2 hours is for my family and my children. 8 മണിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കും, പ്രാർത്ഥിക്കും. 9:30 മണിക്ക് ഞാൻ കിടക്കാം. ദിസ് ഇസ് മൈ ടൈം മാനേജ്മെന്റ്. സോ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ സമയം 4:30 മണി മുതൽ 6 മണി വരെ ഞാൻ എന്റെ ട്രാൻസ്ലേഷന് വേണ്ടി മാറ്റി വെച്ചു. അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എവറി ഡേ മോർണിംഗ് ഐ സിറ്റ്, ഐ റൈറ്റ് സംതിങ്. ഇപ്പോഴും ഞാൻ എഴുതുന്നുണ്ട്, എന്തെങ്കിലും എഴുതുന്നുണ്ട്. ബൈബിൾ വായിക്കും, അതിനകത്ത് എനിക്ക് കിട്ടിയ ഇൻസൈറ്റ്സ് മൊത്തം ഞാൻ എഴുതി വെക്കും. ഇത് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു പാട്ട് മലയാളത്തിൽ നിന്ന് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പാട്ട് മിക്കവാറും മലയാളം സോങ്സ് തമിഴിൽ ഞാൻ ഒത്തിരി സോങ്സ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. റീസെന്റ് ആയിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു സോങ് കാണുന്ന ഞാൻ വിശ്വാസത്താൽ ആ ഈ പാട്ട് ഞാൻ തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് വളരെ നല്ല റിസപ്ഷൻ തമിഴിൽ കൊണ്ടുവന്നു. അങ്ങനെ 2 പാട്ട് ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അസാധ്യമായതൊന്നുമില്ല. ഇല്ല. ആ പാട്ട് ഞാൻ 1996 ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കോറസ് ആണ് മലയാളത്തില്. സോ അങ്ങനെ അതിനുശേഷം ഒത്തിരി സോങ്സ് ഞാൻ തമിഴിൽ നിന്ന് മലയാളത്തിൽ കൊണ്ടുപോയി, മലയാളത്തിൽ നിന്ന് തമിഴിൽ ഒത്തിരി സോങ്സ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആ രാവിലത്തെ സമയം ഞാൻ അതിന് യൂസ് ചെയ്യുന്നു. സോ ഏർലിയറായിട്ട് രജിസ്റ്റർ ചെയ്ത രാവിലെ എണ്ണിച്ച ഒത്തിരി സമയം കയ്യിലുണ്ടാവും. ഇത്രയേ ഉള്ളൂ ടൈം മാനേജ്മെന്റ്. വളരെ സത്യമാണ് സാറേ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ ദൈവം സമയം കൊടുത്തിരിക്കുന്നത്. ദൈവം സമയത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പാർഷ്വാലിറ്റി കാണിക്കുന്നില്ല. ഏറ്റവും വലിയ ബിസി ആയിട്ടുള്ള ബിസിനസ്സുകാരന് 24 hours, നമുക്കും 24 hours. നമ്മളതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ വിജയം. നമുക്കൊക്കെ കേൾവിക്കാർക്കും നമുക്കൊക്കെ അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. മുമ്പേ ഞാൻ ചോദിച്ച പോലെ സാറേ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ടല്ല എങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ഈ സായന സമയം ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥൻ. ഇതിന്റെ മേൽ അങ്ങയ്ക്ക് ആധിപത്യമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഞങ്ങൾ മുഖാന്തരം അങ്ങയ്ക്ക് ചെയ്തെടുക്കുവാൻ പറ്റുമോ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ കണ്ണുകൾ കാണുക, ഇത് നടത്തിപ്പിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് സൗഖ്യം തന്ന കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് സൗഖ്യം തന്നതുപോലെ തന്നെ ഈ പ്രേക്ഷകരെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ വിട്ടുതിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പൂർണ്ണ സൗഖ്യത്തിലും ആരോഗ്യത്തിലും അവർ ജീവിക്കുന്നത് അങ്ങക്ക് ഇഷ്ടമാണ്. അങ്ങയുടെ നാമത്തിന് അത് മഹത്വമാണ്. അവർ പോയി അങ്ങക്ക് സാക്ഷ്യമായി തീരട്ടെ കർത്താവേ. ഇത് ഇങ്ങനെ ഒരു നല്ല സമയം ദൈവം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് എത്രയും വലിയ ഭാഗ്യമായി ഞങ്ങൾ കരുതും. ഇതിന് മുഖാന്തരം ഒരുക്കി തന്ന പാസ്റ്റർ ഫിന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആസാദി ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർ ഇത് മുഖാന്തരം അങ്ങേ കണ്ടുമുട്ടുവാൻ ഇത് കാരണമായി തീരട്ടെ. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉദ്വേജനം കിട്ടുവാൻ, അവർ അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അവരെ കർത്താവ് ഉപയോഗിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ താഴ്ത്തി അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങക്ക് എല്ലാ മഹത്വവും ഞങ്ങൾ തരാം. യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കുമാറാകണം. നല്ല പിതാവ്. അമേൻ, 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 അമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നാം എല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ജയ്സാറിൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അമേൻ. താങ്ക് യു സാറേ. ഒരു പ്രാവശ്യമായിട്ട് നന്ദി പറയുക. സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയതിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.